നമസ്തേ. ബംഗ്ലാദേശിൽ വീണ്ടും ന്യൂനപക്ഷ വേട്ട. ഹിന്ദു സംഘടനാ നേതാവ് ഭാവേഷ് ചന്ദ്ര റോയിയെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ച് കൊലപ്പെടുത്തി. ബംഗ്ലാദേശിൽ ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണം ഉറപ്പാക്കണമെന്ന് ഭാരതത്തിൻ്റെ വിദേശകാര്യ മന്ത്രാലയം കഴിഞ്ഞ ദിവസം ആവശ്യപ്പെട്ടിരുന്നു. അതിനിടയിലാണ് ഇസ്ലാമിക ഭീകരർ അത്യന്തം ക്രൂരവും പൈശാചികവുമായ കൊലപാതകം നടത്തിയത്. ജനഡിബേറ്റ് ഈ വിഷയമാണ് ഇന്ന് പരിശോധിക്കുന്നത്. ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്കും സമാധാനത്തോടെ ജീവിക്കണ്ടേ? ശാശ്വത സമാധാനം അകലെയാണോ? ഈ അറുംകൊലകൾ ഇനിയും നിർനിമേഷരായി നോക്കി നിന്നാൽ മതിയോ? ബംഗ്ലാദേശിലെ ഇസ്ലാമിക ഭീകരതയിലും ഹിന്ദു വംശഹത്യയിലും ഭാരതം കടുത്ത നടപടികൾ സ്വീകരിക്കുമോ? നമുക്ക് പരിശോധിക്കാം. മാധ്യമപ്രവർത്തകനും വിദേശകാര്യ വിദഗ്ധനുമായ സുരേഷ് കൊച്ചാട്ടിൽ, BJP വക്താവ് യുവരാജ് ഗോകുൽ, മുസ്ലിം യൂത്ത് ലീഗ് ദേശീയ സെക്രട്ടറി CK ഷാക്കിർ എന്നിവർ ചേരുന്നു. എല്ലാ അതിഥികളെയും ഈ സംവാദത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു, ഒപ്പം പ്രേക്ഷകരെയും. ശ്രീ സുരേഷ് കൊച്ചാട്ടിൽ, വടക്കൻ ബംഗ്ലാദേശിൽ ദിനാജ്പൂർ ജില്ലയിലെ പ്രമുഖ ഹിന്ദു നേതാവിനെ തട്ടിക്കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. ബംഗ്ലാദേശ് പൂജ ഉജ്ജബൻ പരിഷത്തിൻ്റെ നേതാവായ ഭാവേഷ് ചന്ദ്ര റോയിയാണ് ജിഹാദികളുടെ ക്രൂരമായ പീഡനത്തിനൊടുവിൽ കൊല്ലപ്പെട്ടത്. റോയി ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി സംസാരിക്കുകയും കൂട്ടായ്മകൾ സംഘടിപ്പിക്കുകയും ചെയ്തിരുന്നു. ഭാവേഷ് ചന്ദ്ര റോയിയെ ഇന്നലെ വൈകുന്നേരം വീട്ടിൽ നിന്നാണ് സ്കൂട്ടറിലെത്തിയ അക്രമികൾ തട്ടിക്കൊണ്ടുപോയത്. രാത്രിയോടെ അവശനായ നിലയിൽ കണ്ടെത്തി ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അതിനു മുമ്പ് മരണം സംഭവിച്ചതായി ആശുപത്രി അധികൃതർ അറിയിക്കുകയായിരുന്നു. ശ്രീ സുരേഷ് കൊച്ചാട്ടിൽ, കൈവിട്ട കളിയല്ലേ കളിക്കുന്നത് ബംഗ്ലാദേശിൽ? സംശയമില്ല അനിൽ, ബിക്കോസ് ഇതൊരു ഇന്നോ ഇന്നലെ തുടങ്ങിയ ഒരു പരിപാടിയല്ല. നമുക്ക് ഓർമ്മയുണ്ടാവും 1946 നമുക്ക് ഇൻഡിപെൻഡൻസ് പറഞ്ഞതിന് ഒരു കൊല്ലം മുമ്പ് ഒരു ഡയറക്റ്റ് ആക്ഷൻ ഡേ എന്ന് പറഞ്ഞൊരു വലിയൊരു കലാപം നടന്നു കൽക്കട്ടയിൽ. അതിന്റെ മെയിൻ സൂത്രധാര ഒരു സുറാവാഡി എന്ന് പറഞ്ഞ അവിടുത്തെ മുഖ്യമന്ത്രിയായിരുന്നു, മുസ്ലിം മുഖ്യമന്ത്രിയായിരുന്നു. അപ്പൊ ഒരു റിപ്പിറ്റേഷൻ ഓഫ് ഹിസ്റ്ററി എന്ന് പറയാം നമ്മൾ. അന്ന് അവരുടെ ഒരു ഡിമാൻഡ് എന്തായിരുന്നു എന്ന് പറഞ്ഞാൽ ബംഗാൾ രണ്ടായിട്ട് വിഭജിക്കുക. ഒന്ന് മുസ്ലിംസിന് വേണ്ട ബംഗാൾ, പിന്നെ ഹിന്ദുക്കൾക്കുള്ള ബംഗാൾ. ഇപ്പൊ ഞാൻ പറയുന്നത് ഇപ്പോഴത്തെ വെസ്റ്റ് ബംഗാളും അപ്പോഴത്തെ ഈസ്റ്റ് പാകിസ്ഥാൻ പിന്നെ ബംഗ്ലാദേശായി മാറി. ഇത് പണ്ടത്തെ ഒരു ഡിമാൻഡാണ് ഇവർ. ആ ഡയറക്റ്റ് ആക്ഷൻ ഡേയിൽ തന്നെ ഒരു ആയിരങ്ങൾ കൊല്ലപ്പെട്ടുന്ന കോൺഗ്രസ്സുകാരുടെ സമയം. പിന്നെ നമുക്കറിയാം മറ്റേ സൈഡിൽ ആരായിരുന്നു ഹിന്ദുക്കളെ കൊന്നത്? ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ലോക്കൽ ചാപ്റ്റർ ആയിരുന്നു. ഇപ്പൊ നമ്മളൊരു ഹിസ്റ്ററി റിപ്പീറ്റിംഗ് ഇറ്റ് സെൽഫ് എന്നുള്ളൊരു കഥയാണ് കാണുന്നത്. ഇപ്പൊ ഞാനിതിന് ഈ ചർച്ചയ്ക്ക് വരുന്നതിന് മുമ്പ് ബംഗ്ലാദേശിൽ നിന്ന് കുറച്ചുപേരായിട്ട് ബന്ധപ്പെട്ടിരുന്നു, അവിടുത്തെ കാര്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഹിന്ദുക്കളായിട്ട്. അവര് പറയുന്നത് അവിടെ ഒരു ഗവൺമെന്റ് ഇല്ല എന്ന് പറയുന്നത്. അതാണ് ഒരു പ്രോബ്ലം, മെയിൻ ആയിട്ടുള്ള ഇഷ്യൂ. അറ്റ്ലീസ്റ്റ് മിലിറ്ററി ഭരണം ഉണ്ടെങ്കിലും അവർക്ക് പറഞ്ഞാൽ അവർക്കൊരു ഈ പറഞ്ഞ മാതിരി എന്തെങ്കിലും ഒരു പ്രൊട്ടക്ഷൻ കിട്ടുന്ന അവർ പറയും. പക്ഷെ മിലിറ്ററി ഭരണം ഇല്ല, അതാണ് അവിടുത്തെ ഏറ്റവും വലിയ പ്രോബ്ലം. ഈ പറഞ്ഞ അഡ്വൈസർ ആയിട്ടിരിക്കുന്ന ആളൊരു പ്രധാനമന്ത്രി ഇല്ല, ഒരു രാഷ്ട്രപതി ഇല്ലാത്ത വേറെ ഒരൊറ്റ രാജ്യം ഉണ്ടാവില്ല ഈ ലോകം. ആരെങ്കിലും വേണമല്ലോ, ഇത് ആരുമില്ല. ഈ ആരും ഇല്ലാത്ത സമയത്താണ് ഇങ്ങനത്തെ ഈ അക്രമങ്ങൾ നടക്കുന്നത്. നമുക്കറിയാം ഇതിനു മുമ്പ് ഷെയ്ഖ് ഹസീനയുള്ള സമയത്ത് ഒരു പരിധി വരെ ഇവരെ പിടിച്ചു നിർത്തിയിരുന്നു ഈ ഇസ്ലാമിക് റാഡിക്കൽസ്. പക്ഷെ ഇപ്പൊ വേറൊരു അഫ്ഗാനിസ്ഥാനായി മാറുകയാണ്. പക്ഷെ അഫ്ഗാനിസ്ഥാനിലും ഇങ്ങനെ ഒരു കൂട്ടക്കൊലയോ അല്ലെങ്കിൽ ഇങ്ങനെ കൊല നടന്ന് നമ്മൾ കണ്ടിട്ടില്ല. അവർ ആൾക്കാരെ നാട് വിടാൻ പറയും, നാട് വിടിപ്പിക്കും. പക്ഷെ നമുക്കറിയണം അനിൽ, ബംഗ്ലാദേശിൽ കുറെ അവിടുത്തെ കുറെ സിറ്റീസ്, സിൽഹറ്റ് എടുത്തോളം, ചിറ്റഗോങ് എടുത്തോളം, നമ്മുടെ കുറെ അമ്പലങ്ങളിൽ ആയിരക്കണക്കിന് അമ്പലങ്ങളൊക്കെ സിൽഹറ്റിലുള്ളത്. ഇപ്പോഴും ഹിന്ദുക്കൾ അവിടെ 32% ഉണ്ട്. പക്ഷെ നമ്മൾ ഓവറോൾ പോപ്പുലേഷൻ നോക്കുകയാണെങ്കിൽ ഇപ്പൊ ബംഗ്ലാദേശിലെ ഹിന്ദുക്കളുടെ ഓവറോൾ പോപ്പുലേഷൻ 7%. ഇതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊരു 4% മാറും, വേറെ പാകിസ്ഥാനായി മാറും. പാകിസ്ഥാനിലെ ഹിന്ദുക്കളെയും പിടിച്ചോണ്ട് പോകും, പെൺകുട്ടികളെ പിടിച്ചോണ്ട് പോകും, കല്യാണം കഴിപ്പിക്കും, അതൊക്കെ നടക്കുന്നുണ്ടാവും. ബംഗ്ലാദേശിൽ കൊലയാണ് നടക്കുന്നത്. അതാണ് അറിയേണ്ടത്. ഇപ്പൊ എല്ലാവരും ചോദിക്കും, ചില മാധ്യമ പ്രവർത്തകർ ചോദിക്കും, ഇതിന് എന്താ മോദി ഒന്നും ചെയ്യാത്ത? അന്ന് ഇന്ദിരാഗാന്ധി ചെയ്തതല്ലേ? രണ്ട് ഡിഫറൻറ്റ് സാഹചര്യങ്ങളാണ്. അന്ന് നടന്നത് നമ്മളൊരു പാകിസ്ഥാൻ ബംഗാളികളുടെ നേരെ നടത്തിയൊരു അട്രോസിറ്റി എന്ന് പറയാൻ പറ്റും. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല.
അപ്പൊ അവിടുത്തെ ഗവൺമെന്റ് എന്ന് ചീപ്പിക്കുകയാണ്. ഗവൺമെന്റ് ഒന്നും ചെയ്യാണ്ട് നിൽക്കുകയാണ്. പിന്നെ ഇപ്പൊ എന്തെങ്കിലും പറഞ്ഞാൽ അവർ പറയും, എന്താ മെനിഞ്ഞാന്ന് കൽക്കട്ടയിൽ നടന്ന, മുർഷിദാബാദിൽ നടന്ന വയലൻസിനെ പറ്റിയിട്ട് ബംഗ്ലാദേശ് ഒരു സ്റ്റേറ്റ്മെന്റ് ഇഷ്യൂ ചെയ്തേക്കണം. അവിടുത്തെ ന്യൂനപക്ഷങ്ങളെ നിങ്ങൾ സംരക്ഷിക്കണം എന്നാണ്. അവിടെ കൊല്ലപ്പെട്ടത് മൊത്തം ഹിന്ദുക്കളായിരുന്നു മുർഷിദാബാദ്. പക്ഷെ ഇവര് സ്റ്റേറ്റ്മെന്റ് കണ്ടില്ല. അപ്പൊ ഇവരൊരു ഡബിൾ ഗെയിം കളിക്കാനല്ലേ, ഇവരെ പാഠം പഠിപ്പിക്കേണ്ട സമയമായി. ഞാൻ പറയുകയാണെങ്കിൽ പണ്ടത്തെ ഒരു ടാക്ടിക് 1971 ഇന്ദിരാഗാന്ധി എംപ്ലോയ് ചെയ്ത ടാക്ടിക് നമുക്ക് പിന്നെയും വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റും. ഓൾറെഡി നമ്മൾ തുടങ്ങിക്കഴിഞ്ഞു. നമ്മൾ ഓവർലാൻഡ് റൂട്ടിൽ നിന്ന് നേപ്പാളിലേക്കും ഭൂട്ടാനിലേക്കും ഈ പറഞ്ഞ മാതിരി ബാക്കിയുള്ള ഇന്ത്യയിലെ ചില സംസ്ഥാനങ്ങൾക്ക് ബംഗ്ലാദേശിൽ നിന്ന് വന്നിരുന്ന ഓവറോൾ ലാൻഡ് റൂട്ട് നമ്മൾ അടച്ചിട്ടു. അത് നിന്നു. ഇനി നമ്മൾ അടുത്ത് ചെയ്യുന്നത് എവിടുന്ന് നമ്മുടെ അങ്ങോട്ട് പോകാനുള്ള എക്സ്പോർട്സ് എന്തെങ്കിലും അത് നിർത്താൻ പോവാണ്. നമ്മൾ ഓൾറെഡി നിർത്തിക്കഴിഞ്ഞു. ഇങ്ങനെ ഓരോന്നായിട്ട് ചെയ്താൽ ഇവർ പാഠം പഠിക്കുവാനില്ല, അല്ലെങ്കിൽ ഇവർ പഠിക്കില്ലേ പാഠം. ബിക്കോസ് ഇവരെ ഇങ്ങനെ വിട്ടു കഴിഞ്ഞാൽ ഈ പറഞ്ഞ മാതിരി ഇന്നും നാളെയായിട്ട് ഇത് പിന്നെയും നടക്കും. നമ്മൾ ഒരാഴ്ച കഴിഞ്ഞാൽ 10 ദിവസം കഴിഞ്ഞാൽ പിന്നെയും ചർച്ച ചെയ്യും, പിന്നെയും ഇത് ഉണ്ടാവും. ഇത് നിൽക്കാൻ പോകുന്നില്ല. ഇപ്പൊ എന്താ യുണൈറ്റഡ് നേഷൻസോ ബാക്കിയുള്ള അവിടേക്ക് ഒന്നും പോയിട്ടൊരു കാര്യമില്ല. ഹിന്ദുക്കൾ തന്നെ നോക്കണം. അതിന് വേണ്ടിയിട്ടുള്ള ഓരോ കാര്യങ്ങൾ ചെയ്യേണ്ട സമയമായി കഴിഞ്ഞു. പക്ഷെ അവർക്ക് പാവങ്ങൾക്ക് ആരും ഇല്ല അവിടെ. അതാണ് അതിന്റെ ഏറ്റവും വലിയൊരു വിഷമം. അവർക്കൊരു നേതാവില്ല. അപ്പൊ ഞാൻ എന്നോട് ചോദിച്ചാൽ അതിൽ ഒരു ബംഗ്ലാദേശ് ഒരു ഹിന്ദു നേതാവ് എന്ന് പറയാൻ ആരും ഇല്ല. പണ്ട് തൊട്ടുണ്ടായിരുന്നില്ല. അത് വലിയൊരു ഇഷ്യൂ ആയിരുന്നു അവർ. അതേ സമയത്ത് അവിടെ ഇസ്ലാമിക് ഗാങ്സ് ഉണ്ട് കുറെ. അവിടുത്തെ മുസ്ലിം ലീഗ് ഉണ്ട്, അവിടുത്തെ ജമാഅത്തെ ഇസ്ലാമി ഉണ്ട്. ഇവർക്കൊക്കെ നേതാക്കന്മാരുണ്ട്. അത് കാരണം അവർക്ക് എന്ത് വേണമെങ്കിൽ ചെയ്യാമെന്നായ. ഹിന്ദുക്കൾക്ക് അവിടെ ഒരു വോയിസ് ഇല്ല, അതേമാതിരി ഒരു നേതാവില്ല. അവരെ ഈ പറഞ്ഞ മാതിരി പാകിസ്ഥാനിൽ പണ്ട് ഹിന്ദുക്കളുടെ നേരെ നടത്തിയ ആക്രമണം, ക്രിസ്ത്യാനികളുടെ നേരെ നടത്തിയ ആക്രമണം പാകിസ്ഥാനിൽ ഒരു ഇസ്ലാമിക് സ്റ്റേറ്റ് ആണ്, ഒരു ഫെയിൽഡ് സ്റ്റേറ്റ് ആണ്. ഈ പറഞ്ഞ മാതിരി ഈ കൊല നടത്തിയാലും അനിൽ ഞാൻ പറയുന്നത് നാളെ മറ്റന്നാളും ഇനി ചെറിയ നേതാക്കന്മാരെ കുറെ പേര് കൊന്നിട്ടുണ്ട്. ഞാൻ ഈ ബന്ധപ്പെട്ടപ്പോൾ അവർ പറഞ്ഞു അമ്പലങ്ങൾ ആക്രമിക്കുക അവര്. ബിക്കോസ് അമ്പലങ്ങൾ ഒരു സിമ്പിളാണ്. ബംഗാളിൽ ഉള്ള ഈ പറഞ്ഞ 2 ബംഗാളിലും, വെസ്റ്റ് ബംഗാൾ ആയാലും ഇപ്പോൾ ബംഗ്ലാദേശിലായാലും ദുർഗാമാതയാണ് അവരുടെ ഏറ്റവും വലിയ ദേവി. അവിടെ ദുർഗാമാതയുടെ എത്രയോ രൂപങ്ങളുണ്ടാവും. നമ്മുടെ കുറെ ശക്തിപീഠുകൾ ഉണ്ട് അവിടെ. അപ്പൊ ഇതാണ് ഈ പറഞ്ഞു വരുമ്പോഴാണ് ചൈതന്യ മഹാപ്രഭു ജനിച്ച സ്ഥലമാണ്. പക്ഷെ നമുക്ക് ഇപ്പൊ പറയാനുള്ളത് എന്താണ് ബംഗ്ലാദേശിലുള്ളതെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ മാതിരി ഹിന്ദുക്കൾക്കും ജീവിക്കണമെങ്കിൽ ഈ പറഞ്ഞ ഒരു എക്കണോമിക് ബ്ലോക്കേഡ് ചെയ്താലേ പറ്റുള്ളൂ. ബംഗ്ലാദേശിലേക്കുള്ള ഈ പറഞ്ഞ ചരക്ക് നിർത്തണം, നമ്മൾ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും ബാക്കിയുള്ളവർ കിടന്ന് കരയും, കുറെ കർച്ചലൊക്കെ ഉണ്ടാവും, കുഴപ്പമില്ല. എന്നാലും ബംഗ്ലാദേശിന് ഒരു പാഠം പഠിപ്പിക്കേണ്ട വരും. സമയമായി കഴിഞ്ഞു. ബിക്കോസ് ഇവര് നേരെ പറഞ്ഞാൽ കേൾക്കില്ല അവിടുത്തെ ഗവൺമെന്റ്. ഇങ്ങനത്തെ ഒരു കാര്യങ്ങൾ ചെയ്താൽ അവർ ശരിക്കും ഒരു പാഠം പഠിക്കും. അതാണ് എനിക്ക് പറയാനുള്ളത്. യുവരാജ്, ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച ചിന്മയ് കൃഷ്ണദാസ് ഉൾപ്പെടെയുള്ള ആചാര്യന്മാർ ഇപ്പോഴും ജയിലിൽ കഴിയുകയാണ്. മുഹമ്മദ് യൂനിസിൻ്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാർ അധികാരത്തിലേറിയിട്ടും ഹിന്ദുക്കൾ ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷങ്ങൾക്ക് നേരെ ബംഗ്ലാദേശിൽ അതിക്രമങ്ങൾ ആവർത്തിക്കുകയാണ്. യുവരാജ്, എന്താണ് ഈ പ്രശ്ന പരിഹാരത്തിനുള്ള പോംവഴി? അല്ല, പ്രശ്ന പരിഹാരത്തിനുള്ള പോംവഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു പണ്ട് ഈ ഡയറക്റ്റ് ആക്ഷൻ ഡേ കൽക്കട്ടയിൽ നടക്കുന്ന ഒരു സമയത്താണെന്ന് തോന്നുന്നു, മഹാത്മാഗാന്ധിയാണെന്ന് തോന്നുന്നു പറഞ്ഞത്. മഹാത്മാഗാന്ധി ആ സമയത്താണെന്ന് തോന്നുന്നു പറഞ്ഞത്. അതായത് ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് നമ്മൾ ഈ നിരാഹാരം അനുഷ്ഠിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവും. ഇവിടെ ചിലർക്കെതിരായിട്ട് അത് അനുഷ്ഠിക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. കാരണം സിവിലൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരോട് നമ്മൾ ഇതൊക്കെ പറയുന്നത് കൊണ്ട് മാത്രമേ കാര്യമുള്ളൂ എന്നുള്ളതാണ്. ഇപ്പോൾ ബംഗ്ലാദേശിലിരിക്കുന്ന നിലവിലുള്ള ഗവൺമെൻറ് എന്ന് പറയുന്നത് യാതൊരു തരത്തിലുള്ള ഒരു ജനാധിപത്യപരമായ രീതിയിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട് അധികാരത്തിലേക്ക് വന്ന ഒരു ഗവൺമെൻറ് അല്ല. അവര് പിൻവാതിലിലൂടെ, കൃത്യമായി അങ്ങനെ തന്നെ പറയണം, പിൻവാതിലിലൂടെ ഓട് പൊളിച്ച് ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യത്ത് അധികാരത്തിലേക്ക് വന്നിരിക്കുന്ന ഒരു സർക്കാരാണ് ബംഗ്ലാദേശിലുള്ള നിലവിലുള്ള മുഹമ്മദ് യൂനിസിന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ. അത് എങ്ങനെയാണ് അവർ ഓട് പൊളിച്ച് അവിടെ എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത് എന്നുള്ള കാര്യം നമുക്കറിയാം. ഇന്ത്യയിലെ ജനാധിപത്യം വലിയ അപകടത്തിലാണ്, അതുകൊണ്ട് ഇന്ത്യയെ ഞാൻ രക്ഷിക്കാൻ പോവുകയാണ്, നരേന്ദ്രമോദിയെ തകർത്തുകൊണ്ട് ഞാൻ ഇന്ത്യയിലെ ജനാധിപത്യം രക്ഷിക്കാൻ പോവുകയാണ് എന്ന് പ്രഖ്യാപിച്ച ജോർജ് സോറോസിന്റെ ഒരു പപ്പറ്റായിട്ടുള്ളൊരു വ്യക്തിയാണ് നിലവിൽ ബംഗ്ലാദേശിൽ ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാരിനെ അട്ടിമറിച്ചുകൊണ്ട്
അധികാരത്തിലിരിക്കുന്നത്. അപ്പോൾ യാതൊരു തരത്തിലുള്ള മൂല്യങ്ങളോ യാതൊരു തരത്തിലുള്ള ജനാധിപത്യ വാല്യൂസോ ഒന്നും തന്നെ കീപ്പ് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു ഉത്തരവാദിത്വവും അവർക്കില്ല എന്നുള്ളതാണ്. അവരാരോടും ആൻസറബിൾ അല്ല, അവരാരോടും റെസ്പോൺസിബിളും അല്ല എന്നുള്ളതാണ്. അപ്പോൾ അവരോട് ജനാധിപത്യപരമായ രീതിയിൽ നമ്മൾ സംസാരിക്കുന്നത് കൊണ്ട് മാത്രം അവർക്ക് കാര്യമൊന്നുമില്ല. കാരണം അവരെ ആരാണോ അവിടെ കൊണ്ടിരുത്തിയിരിക്കുന്നത് അവരോട് മാത്രമാണ് അവർ റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്, അവരോട് മാത്രമാണ് അവർക്ക് ഉത്തരവാദിത്വവും ഉള്ളത്. അപ്പോൾ നിലവിൽ ഇന്ത്യയിലെ ഗവൺമെന്റിനെ അട്ടിമറിക്കുക എന്ന് പറയുന്നത് ജോർജ് സോറോസ് ഉൾപ്പെടെയുള്ള ഒരു ഡീപ്പ് സ്റ്റേറ്റിന്റെ പ്രഖ്യാപിത നയമാണ്. അപ്പോൾ അത് അവർക്ക് നേരിട്ട് ചെയ്യാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ അവരെന്താണ് അവർക്ക് ചെയ്യാൻ സാധിക്കുന്നത്? ഇത്തരത്തിലുള്ള ചില പപ്പറ്റ് സർക്കാരുകളെ ഉപയോഗിച്ചുകൊണ്ട് നമ്മളെ പ്രകോപിപ്പിക്കുക എന്നുള്ളതാണ്. വളരെ കൃത്യമായും അയൽ രാജ്യത്തിരുന്നു കൊണ്ട് മുഹമ്മദ് യൂനിസിനെ പോലുള്ള ഒരു പപ്പറ്റ് പ്രധാനമന്ത്രി ഉപയോഗിച്ചുകൊണ്ട് അവരിപ്പോൾ ചെയ്യാൻ ശ്രമിക്കുന്നത് ഇന്ത്യ ഗവൺമെന്റിനെ പ്രകോപിപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള നടപടികളിലേക്ക് പോവുക എന്നുള്ളതാണ്. അത് ഒരു വശത്താണ്. അപ്പൊ എങ്ങനെയാണ് അതിനെ പ്രകോപിപ്പിക്കുക? അതുവരെയും ഈ പറയുന്ന മത തീവ്രവാദ ശക്തികൾ ഇതിനു മുമ്പും ബംഗ്ലാദേശിലുണ്ടായിരുന്നു. അവരെ കൃത്യമായും നിയമത്തിന്റെ വഴികളിലൂടെ തന്നെ ഇതിനു മുമ്പുണ്ടായിരുന്ന ഷെയ്ഖ് ഹസീന സർക്കാർ അടക്കി നിർത്തിയിരിക്കുകയായിരുന്നു. അവരെ കയറൂരി വിടുക എന്നുള്ളതാണ്. അവരെ പ്രത്യേകം പറഞ്ഞൊന്നും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്തുകൊള്ളൂ എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലേക്ക് അവരെ കയറൂരി വിടുക എന്നുള്ളതാണ്. അവർക്കറിയാവുന്ന പണിയുമായിട്ട് അവർ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ബംഗാളിൽ അവർ കണ്ണിൽ കാണുന്ന ഹിന്ദുക്കളെ, ഹിന്ദു ക്ഷേത്രങ്ങളെ, ഹിന്ദു നേതാക്കളെയൊക്കെ തട്ടിക്കൊണ്ടുപോകുന്നു, ആക്രമിക്കുന്നു, കൊല്ലുന്നു, സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുന്നു. നൂറുകണക്കിന് കഥകളാണ് ബംഗ്ലാദേശിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. ഇവിടെ ഹിന്ദുക്കൾക്ക് വേണ്ടി ശബ്ദിക്കുവാൻ മറ്റൊരു ശബ്ദമില്ലാതെ പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ദുര്യോഗം. ഇപ്പൊ ലോകത്ത് എവിടെയെങ്കിലും ഈ പറയുന്ന മുസ്ലിം ജനവിഭാഗങ്ങൾക്ക് നേരിട്ട് ഇപ്പൊ നോക്കൂ, ഏതെങ്കിലുമൊക്കെ ഒരു സാധാരണ മുസ്ലിങ്ങൾക്കെതിരെ എന്ന് ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ആ മനുഷ്യനെതിരെ പ്രശ്നമുണ്ടായി എന്നുള്ള നിലയിൽ നമ്മൾ ഉൾപ്പെടെയുള്ള ആൾക്കാർ ശബ്ദിക്കുന്ന സാഹചര്യം ഉണ്ടാവും. അയാളൊരു മുസ്ലിം ആയതുകൊണ്ട് മാത്രം എന്നുള്ള നിലയിൽ ശബ്ദിക്കുന്ന വേറെ ചിലരും ഉണ്ടാവും. പക്ഷേ നിലവില് ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്കെതിരായിട്ട് ഇത്രയും വലിയ ആക്രമണം ഉണ്ടാകുന്ന സമയത്ത് കേരളത്തിലെ ഇടതുപക്ഷം നിശബ്ദമാണ്, കേരളത്തിലെ UDF നിശബ്ദമാണ്, ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികൾ ഒന്നടങ്കം നിശബ്ദമാണ്. അവർക്കാർക്കും സംസാരിക്കുവാൻ വേണ്ടിയിട്ടോ ശബ്ദം ഉയർത്തുവാനോ താല്പര്യമില്ല. കാരണം ആ ഹിന്ദുക്കൾക്ക് വേണ്ടിയിട്ട് ശബ്ദം ഉയർത്തിയാൽ അത് ആർക്കെതിരെ ശബ്ദം ഉയർത്തുന്നു എന്നുള്ള വിഷയം കൊണ്ട് മാത്രം പൊളിറ്റിക്കലി അവർ ഭയപ്പെടുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് കാര്യങ്ങൾ കടന്നു പോകുന്നത്. അത് തൊട്ടപ്പുറത്തെ ബംഗ്ലാദേശിലെ കാര്യത്തിൽ മാത്രമല്ല, നമ്മുടെ നാട്ടില് ഭാരതത്തിന്റെ അകത്ത് വെസ്റ്റ് ബംഗാളിനകത്ത് 500-ലധികം കുടുംബങ്ങൾ പലായനം ചെയ്യുന്ന സാഹചര്യം മുർഷിദാബാദിൽ ഉണ്ടായപ്പോഴും ഈ പറയുന്ന പ്രതിപക്ഷ കക്ഷികളൊന്നും കമാ എന്നിവിടെ മിണ്ടിയിട്ടില്ല. ഇസ്രായേലില് ഹമാസ് എന്ന് പറയുന്ന ലോകം ഭീകരവാദികളായി മുദ്രകുത്തിയ ആൾക്കാർക്കെതിരായിട്ട് നടപടി ഉണ്ടാകുന്ന സമയത്ത് കേരളത്തിൽ ഒഴുകിയ കണ്ണീർ എന്താണെന്നുള്ള കാര്യം നമ്മൾ കണ്ടതാണ്. ബിൻ ലാദനെ രക്തസാക്ഷി പരിവേഷം നൽകി കവിത എഴുതപ്പെട്ട നാടാണ് നമ്മുടേത്. പക്ഷേ നമ്മുടെ തൊട്ടയൽ രാജ്യത്ത് ഹിന്ദുക്കളായിട്ടുള്ള ആൾക്കാർക്ക്, അവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്ക് നേരെ ഇത്രയും കൊടിയമായ ആക്രമണം നടക്കുന്ന സമയത്ത് സൂചി കുത്തിയാൽ അല്ലെങ്കിൽ സൂചി നിലത്ത് വീണാൽ കേൾക്കുന്ന നിശബ്ദതയാണ് കേരളത്തിന്റെ രാഷ്ട്രീയ പൊതുമണ്ഡലത്തിൽ നിന്ന് ഉയരുന്നത് എന്ന് പറയുന്നത് അങ്ങേയറ്റം ദൗർഭാഗ്യകരമാണ്. അത് ഒട്ടും നമ്മളെ ഞെട്ടിക്കുന്നതോ നമുക്ക് അത്ഭുതപ്പെടുത്തുന്നതോ ഒന്നുമല്ല നിശബ്ദത എന്ന് പറയുന്നത്. പക്ഷെ അത് അങ്ങേയറ്റം അപലപനീയമാണ് ആ നിശബ്ദത എന്ന് പറയുന്നത്. യെസ്, ശ്രീ സുരേഷ് കൊച്ചാട്ടിലും അതുപോലെ യുവരാജ് ഗോകുലും പറഞ്ഞത് ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്ക് വേണ്ടി ശബ്ദിക്കാൻ ആരുമില്ല, ഒരു ഹിന്ദു ലീഡർ എന്ന് പറയുന്ന ഒരാൾ ഇല്ല എന്നുള്ളതാണ്. ഷാക്കിറിലേക്ക് പോവുകയാണ്. ഷാക്കിർ, നേരത്തെ ഞാൻ ചോദിച്ചത് ഷാക്കിർ കേട്ടിരുന്നില്ല, ഇപ്പോൾ കേൾക്കുന്നുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. ഷാക്കിർ, ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി സംസാരിക്കുകയും കൂട്ടായ്മകൾ സംഘടിപ്പിക്കുകയും ചെയ്തു എന്ന ഒരൊറ്റ തെറ്റേ ബാബേഷ് ചന്ദ്ര റോയി ചെയ്തുള്ളൂ. ഇന്നലെ വൈകുന്നേരം വീട്ടിലെത്തിയ ആക്രമി സംഘം അദ്ദേഹത്തെ തട്ടിക്കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിച്ചു. രാത്രിയോടെ അവശനായ നിലയിൽ വീട്ടിൽ തന്നെ ഉപേക്ഷിക്കുകയായിരുന്നു. പക്ഷേ അദ്ദേഹത്തെ നേരത്തെ തന്നെ കൊന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. നോക്കൂ ഷാക്കിർ, ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. കഴിഞ്ഞ കുറേ നാളുകളായി ഹിന്ദുക്കളുടെ വ്യാപാര സ്ഥാപനങ്ങൾ ആക്രമിക്കുന്നു, ഹിന്ദുക്കളെ കൂട്ടക്കൊല ചെയ്യുന്നു, ഹിന്ദു വംശഹത്യ നടത്തുന്നു. ഇത് അനുസ്യൂതം തുടരുകയാണ്. ഇതിനൊരു അവസാനം ഉണ്ടാവേണ്ടേ? നമ്മുടെ അയൽ രാജ്യത്തെ ഒരു
വിഭാഗത്തെയാണ് ഇങ്ങനെ ക്രൂരമായി ആക്രമിച്ചുകൊണ്ടേയിരിക്കുന്നത്. നേരത്തെ യുവരാജ് ഗോകുൽ ഇവിടെ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. ഇപ്പോഴും ബംഗാളിൽ നടക്കുന്ന കാര്യത്തിലും അതുപോലെ ബംഗ്ലാദേശിൽ നടക്കുന്ന കാര്യത്തിലും പൂർണ്ണ മൗനം പാലിക്കുകയാണ് നമ്മുടെ രാജ്യത്തെ പ്രതിപക്ഷം, വിശിഷ്യ കേരളത്തിലെ ഇടതുപക്ഷവും കേരളത്തിലെ UDF-ഉം. അത് മതിയോ ഷാക്കിർ? ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങൾക്കും സമാധാനപരമായി ജീവിക്കണ്ടേ? അതിനുള്ള അവകാശം അവർക്കില്ലേ? തീർച്ചയായിട്ടും. ഞാൻ നിങ്ങളുടെ ഇൻട്രോ അതുപോലെ തന്നെ നേരത്തെ സംസാരിച്ച യുവരാജ് ഗോകുലിൻ്റെയോ അല്ലെങ്കിൽ സുരേഷിൻ്റെ ഒന്നും കേൾക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു തുടങ്ങാം. നമ്മൾ ഈ ലോകത്തെ ഹിന്ദു മതവിശ്വാസികൾക്ക് മാത്രമല്ല, ഒരു മതവിശ്വാസിക്കും മതമില്ലാത്തവനും കൊല്ലപ്പെടേണ്ട സാഹചര്യം ഉണ്ടാവരുത്. അങ്ങനെ ഉറച്ച് വിശ്വസിക്കുന്ന ആളുകളാണ് നമ്മളെല്ലാവരും. എല്ലാ കാര്യങ്ങളെയും മതത്തിൻ്റെ പേരിൽ കാണുന്നതിനോട് തന്നെ യോജിപ്പില്ലാത്ത ആളുകളാണ്. ആദ്യം നമ്മൾ മനുഷ്യരാവുക, പിന്നീട് മതവിശ്വാസികളാവുക. ആ മതവിശ്വാസം നമ്മളൊക്കെ മനസ്സിലാക്കിയിടത്തോളം ഒരു മതവും, ഹിന്ദു മതമാവട്ടെ, ഇസ്ലാം മതമാവട്ടെ, ക്രിസ്തു മതമാവട്ടെ, ഒരു മതവും മറ്റൊരു മതവിശ്വാസിയെ ആക്രമിക്കാനോ ഉപദ്രവിക്കാനോ പറയുന്നില്ല. മാത്രമല്ല അവരോട് വളരെ നല്ല രീതിയിൽ പെരുമാറണമെന്നാണ് എല്ലാ മതങ്ങളും പറയുന്നത്. പിന്നെ എങ്ങനെയാണ് ഇത്തരം അക്രമങ്ങളും ഭീകരതയും തീവ്രവാദവുമൊക്കെ മതങ്ങളുടെ പേരിൽ ചാർത്തുന്നത് എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. അത് സ്ഥിരമായി കേൾക്കാറുള്ളത് ഇസ്ലാം ഭീകരവാദം എന്നൊക്കെ തുടങ്ങി നിങ്ങളെപ്പോലെയുള്ള ചാനലുകൾ വന്നിരുന്ന് പലരും പറയുന്നതാണ്. നമ്മളിവിടെ സത്യസന്ധമായി പറഞ്ഞാൽ ഇപ്പോൾ വെസ്റ്റ് ബംഗാളിലെ ഈ ഏപ്രിൽ 11, 12 തീയതികളിൽ നടന്നിട്ടുള്ള സംഘർഷമുണ്ട്. വഖഫ് നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംഘർഷത്തെ തുടർന്ന് 3 പേര് കൊല്ലപ്പെടുന്നു. 2 ജ്യേഷ്ഠാനുജന്മാരായ ഹൈന്ദവ സഹോദരങ്ങളും ഒരു ഇസ്ലാം മതവിശ്വാസിയും കൊല്ലപ്പെടുന്നു. അതാണ് ഈ ചർച്ചയുടെ അടിസ്ഥാനമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ 3 പേരും അവിടെ കൊല്ലപ്പെടാനുണ്ടായ സാഹചര്യം ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഗൂഢാലോചനയിൽ നിന്നുണ്ടായതല്ല. അവിടെ സംഘർഷം പരാമർശിച്ചു പോകാം. ബംഗ്ലാദേശാണ് ചർച്ചാ വിഷയം, പ്രധാന ചർച്ചാ വിഷയം. പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരു മനുഷ്യനും ലോകത്ത് കൊല്ലപ്പെടാൻ പാടില്ല. നമുക്ക് ആരെയും കൊല ചെയ്യാൻ അവകാശമില്ല. എല്ലാ രാജ്യത്തും നിയമങ്ങളുണ്ട്. ആരെങ്കിലും കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ നിയമത്തിന്റെ പരിധിയിൽ വന്ന് ശിക്ഷ അനുഭവിക്കട്ടെ. നിങ്ങളോട് എനിക്ക് വളരെ വിനീതമായി സൂചിപ്പിക്കാനുള്ളത്, സംസാരിക്കാൻ 1 മിനിറ്റ് സമയം തരണേ. നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ഒരു ദിവസം 82 പേര് കൊല്ലപ്പെടുന്നുണ്ട്. അതായത് 29,000 പേര് ശരാശരി ഒരു വർഷം കൊല്ലപ്പെടുന്നുണ്ട്. ഈ 29,000 പേര് കൊല്ലപ്പെടുന്നതിൽ ഭൂരിഭാഗം പേരും മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും അടിമകളായി മറ്റുള്ളവരെ കൊല്ലുന്നു, കൊലപാതകം നടത്തുന്നു, ഗുണ്ടായിസമൊക്കെ. പക്ഷേ ഏറ്റവും കൂടുതൽ മതത്തിൻ്റെ പേരിൽ കൊല്ലപ്പെടുന്നത് ഇസ്ലാം മതവിശ്വാസികളായിട്ടുള്ള ആളുകളും കൊലപാതകികളായി വരുന്നത് സംഘപരിവാരവുമായി ചേർന്ന് നിൽക്കുന്ന ആളുകളുമാണ്. നിങ്ങൾ പറഞ്ഞ ഗോവിന്ദ പൻസാരെ, ഗൗരി ലങ്കേഷ്, കണക്ക് എവിടെ നിന്നാണ് ഷാക്കിറിന് കിട്ടിയത്? അതൊന്ന് കൃത്യമായിട്ട് പറയണം. കൊലപ്പെടുത്തിയതിൽ പോലും പ്രതികളായി പിടികൂടപ്പെട്ടിട്ടുള്ളത് സംഘപരിവാരിനോട് ചേർന്ന് നിൽക്കുന്ന ആളുകളാണ്. അപ്പം നിങ്ങൾ നോക്കുക, ഇവിടെ ഹിന്ദു മതവിശ്വാസികൾക്കും ഇസ്ലാം മതവിശ്വാസികൾക്കും എല്ലാവർക്കും ജീവിക്കാനുള്ള അവകാശമുണ്ട്. ആ അവകാശം വകവെച്ച് കൊടുക്കേണ്ടതാണ്. പക്ഷേ RSSും അതുപോലെ തന്നെ RSSനോട് ചേർന്ന് നിൽക്കുന്ന ആളുകളും ഏകപക്ഷീയമായി കാട്ടുന്ന അക്രമങ്ങളെ നിങ്ങൾ കാണാതെ പോകുന്നു. എന്തിനാണ്? ഇപ്പോൾ RSSന്റെ ആശയങ്ങളോ ആദർശങ്ങളോ പ്രചരിപ്പിക്കുന്നതിനോ പ്രവർത്തിക്കുന്നതിനോ അധികാരത്തിൽ വരുന്നതിന് ആരും എതിരില്ല. അതിന് ജനാധിപത്യ മാർഗം ഉപയോഗിക്കാം, മറ്റു പല മാർഗങ്ങൾ ഉപയോഗിക്കാം. അങ്ങനെയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു പാരമ്പര്യം. ആ പാരമ്പര്യത്തിന് വിരുദ്ധമായി ആദ്യം വന്നത് 2002 ഗുജറാത്ത് കലാപമാണ്. 3000-ഓളം ആളുകളാണ് കൊല്ലപ്പെട്ടത്. അതിനെ തുടർന്ന് പലതവണ കലാപങ്ങളുടെ ഇപ്പം നിങ്ങൾ 3 പേര് കൊല്ലപ്പെട്ടതാണ് ചർച്ച ചെയ്യുന്നത്. ഞാൻ ആവർത്തിച്ച് പറയുന്നു, ആ 3 പേര് കൊല്ലപ്പെട്ടതും നമുക്ക് വേദന ഉണ്ടാക്കുന്ന സാഹചര്യമാണ്. അത് ഏത് മതവിശ്വാസിയാണെങ്കിലും. പക്ഷേ ഏതാണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് ഉത്തർപ്രദേശിലെ സംബാലിൽ ഷാഹി മസ്ജിദിലേക്ക് സമാധാനപരമായി അതിൻ്റെ സംരക്ഷണത്തിനായി ജനാധിപത്യ രീതിയിൽ മാർച്ച് നടത്തിയ, പ്രതിഷേധം നടത്തിയ 5 മുസ്ലിം ചെറുപ്പക്കാരെ യോഗി ആദിത്യനാഥിന്റെ പോലീസ് നിഷ്ഠൂരമായി വെടിവെച്ച് കൊന്നത് ഈ ജനം TV ചർച്ച ചെയ്തിരുന്നോ? ജനാധിപത്യപരമായ രീതിയിലാണോ അന്ന് പ്രതിഷേധിച്ചത്? സംഘർഷമുണ്ടായോ? ജനാധിപത്യപരമായ രീതിയിലാണോ അന്ന് പ്രതിഷേധിച്ചത്? നിയമം കയ്യിലെടുത്തില്ലേ? കല്ലേറുണ്ടായി, വണ്ടികൾ കത്തിച്ചു, എല്ലാം നടന്നു. അത് കാരണമാണ് വെടിവെപ്പ് ഉണ്ടായത്. വെറുതെ വെടിപ്പില്ല ചെയ്യില്ലായിരുന്നു. എനിക്കത് മനസ്സിലാക്കി. ഇപ്പൊ പറയണ്ട നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോയില് അവിടുന്നാണല്ലോ ഡാറ്റ വരേണ്ടത്, എത്ര പേര് കൊല്ലപ്പെട്ടു ഒരു കൊല്ലം. അതിലെവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ സംഭൽ എന്നാണ്, അല്ലെങ്കിൽ ഹിന്ദുക്കളാണ്, അല്ലെങ്കിൽ RSSകാരാണ് കൊന്നതെന്ന് എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ? നാഷണൽ ക്രൈം ഇന്നുവരെ ഞാൻ കണ്ടിട്ടില്ല. ബിക്കോസ് NCRBയുടെ ക്രൈം റെക്കോർഡ്സ് ഞാനും ആക്സസ് ചെയ്യാറുണ്ട് ഒരു ജേർണലിസ്റ്റ് ആയ കാരണം. എവിടെയും അങ്ങനത്തെ ഒരു ഡാറ്റ ഉണ്ടാവില്ല. ഒരു ഹിന്ദു ആണോ മുസ്ലിം ആണോ ആ ഡാറ്റ ഉണ്ടാവില്ല. അത് കുറച്ച് ഡീപ് ഡൈവ് ചെയ്താലേ കിട്ടുള്ളൂ ആ ഡാറ്റ. ടെക്നിക്കൽ ഇല്ല.
ഞാൻ പറയട്ടെ എന്റെ സമയത്ത് ഞാൻ പറയട്ടെ. യെസ്. ഈ കാര്യം ഒരു അലിഗേഷൻ ചെയ്യുമ്പോൾ അതിനൊരു പ്രൂഫ് വേണം. ഇദ്ദേഹം പറയുന്നുണ്ടായിരുന്നു ഏറ്റവും കൂടുതൽ കൊല്ലപ്പെട്ട മുസ്ലിംസ് ആണ്. ആ ഡാറ്റ എവിടുന്ന് കിട്ടി? അതെ. ഈ ഗുജറാത്ത് റൈറ്റ്സിനെ പറ്റി പറഞ്ഞപ്പോ ഗോദ്രയെ പറ്റി മിണ്ടുന്നില്ലല്ലോ. അവിടെയാണ് നടന്നത്. ആ ആൾക്കാർ ശിക്ഷിച്ചപ്പെട്ട് ഇപ്പോഴും ജയിലിൽ പറ്റി പറയാം. അല്ല, അതെന്താ പറയാണ്ടിരുന്നത്? ഗുജറാത്ത് കലാപം ഞാൻ പറയട്ടെ, ഞങ്ങൾ അതിന് മുമ്പെടുക്കും. ഞാൻ പറഞ്ഞു തരാം. ഞാൻ ഹൈദരാബാദിലാണ്. ഹൈദരാബാദിൽ നടന്ന കൊലപാതകങ്ങള് അത് NT രാമാറാവിന്റെ സമയത്ത് തൊട്ടുണ്ട്. ഒറ്റ പാർട്ടിയാണ് അവിടെ നടത്തിയ കൊലപാതകം. ഞാൻ ആ പാർട്ടിയുടെ പേരെടുക്കുന്നത് എല്ലാവർക്കും അറിയാം ആരാണെന്നത്. OWൈസിയുടെ പാർട്ടിയാണ്. പക്ഷെ അത് ഞങ്ങൾ അതിനെ പറ്റി വലിയ ഇഷ്യൂ ഉണ്ടാക്കില്ല. അത് NTR ശരിക്കും ഹാൻഡിൽ ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ ഓരോരോ നെല്ലി മാസക്കർ തൊട്ട് നമ്മൾ ഇന്ദിരാഗാന്ധിയുടെ ടൈം തൊട്ട് രാജീവ് ഗാന്ധിയുടെ സമയം തൊട്ട് 3400 സിഖുകാരെ കൊന്നപ്പോ രാജീവ് ഗാന്ധി എന്താ പറഞ്ഞത്? ഒരു വലിയ മരം വീഴുമ്പോൾ ലോകന ഭൂമി കുലുങ്ങുന്നു. ഇതാണ് ലോജിക്ക്. അതേ ഞാൻ പറയട്ടെ, ഇപ്പൊ എത്ര വലിയ വലിയ കാര്യങ്ങൾ ഓരോ ഞാൻ കണക്കെടുത്ത് പറയാൻ വേണമെങ്കിൽ ഇതിന് എത്ര റയറ്റ്സ് നടന്നിട്ടുണ്ട് പറയും, എത്ര കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട്. ഈ ലാസ്റ്റ് ഈ പറഞ്ഞ മാതിരി യോഗി ആദിത്യനാഥിനെ മാത്രമേ പിടിക്കൂ. കേരളത്തിൽ നടന്ന് മിണ്ടില്ല കേട്ടോ, അത് വേറെ കാര്യം. കേരളത്തിലവിടെ RSSകാരെ കൊല്ലിടും, ബാക്കിയുള്ളവരെ കൊല്ലും, അതൊന്നും മിണ്ടില്ല. മാറാട് നടന്ന കാര്യം നമുക്ക് പിന്നെ എടുത്തിടാൻ വേണമെങ്കിൽ അതും വേണമെങ്കിൽ അതില് വലിയ ഹിസ്റ്ററി ഉണ്ട് ഇതിന് പിന്നിലൊക്കെ. ഈ പറയുമ്പോൾ ഞങ്ങൾ ആരെയും കൊല്ലില്ല, ഞങ്ങളെയാണ് വന്ന് കൊല്ലണം, അത് ശരിയല്ല. ശരിയാണ്, രണ്ട് സൈഡിൽ നിന്നുണ്ട്. പക്ഷെ ബംഗ്ലാദേശിനെ കുറിച്ചാണ് നമ്മളിപ്പോ വർത്താനം പറയുമ്പോൾ അതിന്റെ ഷിഫ്റ്റിംഗ് ദ ഗോൾ പോസ്റ്റ് എന്ന് പറയും ഇംഗ്ലീഷിൽ. അത് മാറ്റി ബംഗാളിലേക്ക് കൊടുന്നു. ബംഗാളിൽ മമതാ ബാനർജി എന്ന് പറയുന്നുണ്ട് ബംഗ്ലാദേശികൾ വന്നാണ് അവിടെ കുഴപ്പമുണ്ടാക്കിയെന്ന്. പിന്നെ എന്ത് പ്രൂഫാ വേണ്ടത് നിങ്ങൾക്ക്? എന്നിട്ട് പറഞ്ഞ് ബജ്രംഗ് ദളുകാർ മോട്ടോർ സൈക്കിൾ വന്നു. അത് രാജസ്ഥാനിലെ ഒരു പിക്ചർ ആയിരുന്നു, രാജസ്ഥാനിലെ ഒരു ഫോട്ടോ ആയിരുന്നു അത്. ഇതാണ് നിങ്ങളൊരു കൊലപാതകം നടക്കുമ്പോൾ, ഒരു റയറ്റ്സ് നടക്കുമ്പോൾ ഗാസയെ പറ്റി എത്ര വലിയ കാര്യങ്ങൾ പറയുന്നു. എവിടെയോ കിടക്കുന്ന ഒരു ഗാസയെ പറ്റി സേവ് ഗാസ, സേവ് റഫ, സേവ് ഹിന്ദുസ് ഇൻ ബംഗ്ലാദേശ് ഇന്നൊരു മുസ്ലിം ലീഗിന്റെ നേതാവ് ഒരു പോസ്റ്റ് പിടിച്ച് നിന്നുണ്ടോ? ഒരു ട്വീറ്റ് ചെയ്തിട്ടുണ്ടോ? ഞാൻ ആകെ കണ്ടെങ്കിൽ ഇന്നത്തെ ട്വീറ്റ് ജയറാം രമേശിന്റെ അടുത്തായിരുന്നു. അത് വലിയൊരു ട്വീറ്റ്, ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും തൊടാറിന്റെ ഒന്നും പറയാണ്ട്. ഇതാണ് ഇവർക്ക് പേടി. നമുക്ക് ഈ അറിയാം. എന്നിട്ടാണ് ഇവർ മതേതരത്വത്തെ കുറിച്ച് സംസാരിക്കുന്നത്. മതേതരത്തിന്റെ ഡെഫിനേഷൻ ആരെങ്കിലും എനിക്കിത് പറഞ്ഞു തരാൻ മാനിയിലെ? ഈ ഡെഫിനേഷൻ വന്നേക്കുന്നത് ചർച്ച് ഓഫ് ഇംഗ്ലണ്ട് എന്നാണ്. ഹൗസ് ഓഫ് ലോർഡ്സിലെ പള്ളിയും പോളിറ്റിക്സും തമ്മിൽ കണക്ഷൻ ഉണ്ടാവാൻ പാടില്ല എന്നാണ് സെക്യുലറിസത്തിന്റെ ഡെഫിനേഷൻ. പക്ഷെ ഇന്ത്യയിലെ ഡെഫിനേഷൻ എന്താ സെക്യുലറിസം? ഹിന്ദു എന്തെങ്കിലും പറഞ്ഞാൽ കമ്മ്യൂണൽ ആവും, ഹിന്ദുക്കൾ ബാക്കിയുള്ള നേരെ എന്തെങ്കിലും പറഞ്ഞാൽ അത് കമ്മ്യൂണൽ, അത് സെക്യുലർ അല്ല. ഞങ്ങളെല്ലാം സെക്യുലർ ആണ്, ഹിന്ദുക്കൾ സെക്യുലർ. ഇതാണ് സെക്യുലറിസം ഡെഫിനിഷൻ. എനിക്ക് ചിലപ്പോൾ ചെയ്തു തോന്നും, നമ്മുടെ നാട്ടിലെ VD സതീഷനോ അല്ലെങ്കിൽ ഗോവിന്ദ മാഷൊക്കെ പറയും ഞങ്ങൾ മതേതരത്വം. എന്ത് മതേതരത്വം? നിങ്ങൾ ഈ വോട്ടിന് വേണ്ടിയുള്ള മുനമ്പത്ത് പോയി നിങ്ങൾ ഓരോ കുഴപ്പങ്ങൾ ഉണ്ടാക്കിയത്. അതാ എനിക്ക് മനസ്സിലാവാത്തത്. നിങ്ങൾ ബാക്കിയുള്ള സ്ഥലത്ത് ഒരു വാക്കുമിണ്ടില്ല ഹിന്ദുക്കളൊക്കെ വന്നപ്പോൾ ബംഗ്ലാദേശ്, അപ്പൊ അവിടെ പോയി നിങ്ങൾ സേവ് ഗാസയും സേവ് റഫയൊക്കെ. ഇതാണ് മനസ്സിലാവാത്തത്. തീവ്രവാദികൾ ഓരോ ആക്ഷൻ ചെയ്യുമ്പോൾ സദ്ദാം ഹുസൈന് വേണ്ടിയിട്ട് സദ്ദാം ഹുസൈനെ തൂക്കിക്കൊന്നപ്പോ ബന്ദ് നടത്തിയ നാടാണ് കേരളം. അത് മറക്കണ്ട നമ്മള്. അതാണ് അവിടുത്തെ ഏറ്റവും വലിയൊരു ഇത്. ഈ പറഞ്ഞ മാതിരി ഹിന്ദുക്കൾക്ക് ഞാൻ പറഞ്ഞു വേറൊരു വാക്കും പറയണ്ട. കാഫിർ എന്ന വാക്കിന്റെ മീനിങ് ഈ മുസ്ലിം ലീഗിന്റെ സ്പോക്സ് പേഴ്സൺ അവിടെ എന്ന് പറഞ്ഞുതരും. കാഫിർ എന്ന് തന്നെ ആരാണെന്ന് പറഞ്ഞുതരാൻ പറ്റും. കാഫിറിന്റെ കൂടെ എന്താ ചെയ്യേണ്ടതെന്ന് എവിടെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ, എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞേക്കുന്നത് അതുകൂടി ഇത് പറഞ്ഞാൽ നന്നായിരിക്കും. എനിക്ക് സംസാരിക്കാൻ സമയം തരൂ. അല്ല, സമയം തരാം. ഷാക്കിർ, ഒറ്റ കാര്യം. ഷാക്കിർ മുസ്ലിം ലീഗിന്റെ പ്രതിനിധിയാണ് കേട്ടോ, ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രതിനിധിയല്ല. ആ രീതിയിലാണ് താങ്കൾ ഇപ്പോൾ സംസാരിക്കുന്നത്. അതായത് നിങ്ങൾ എനിക്ക് സംസാരിക്കാൻ സമയം തരാന്നുള്ളൊരു മര്യാദയാണ് നിങ്ങൾ കാണിക്കുക. നിങ്ങൾ പറഞ്ഞാൽ കേൾക്കുന്നുണ്ടല്ലോ. ഇപ്പൊ പിന്നെ പ്രിയപ്പെട്ട സുമേഷ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ ഈ വഖഫ്, കാഫിർ ഇങ്ങനെയുള്ള ചില വാചകങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. എൻ്റെ ഈ ജനൻ TV-യിൽ ഞാൻ വരുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം എന്താ വെച്ചാൽ ഇവിടെ നിങ്ങളുടെ ടൈറ്റിലും അതുപോലെ പരാമർശങ്ങളും വളരെ എന്താ പറയാ ഈ വിഷം കലക്കുന്നതാണ്. അതിൽ നിന്ന് ഇതിന്റെ പ്രേക്ഷകരെ തിരുത്തണമെന്ന ആഗ്രഹം കൂടി ഉള്ളത് കൊണ്ടാണ് ശ്രീ അനിൽ നമ്പ്യാരെ ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. ഹിന്ദുക്കൾക്ക് ജീവിക്കണ്ടേ എന്നുള്ളതാണ് ഒരു മിനിറ്റ് കേൾക്കുന്ന ആളുകൾക്ക് സ്വാഭാവികമായും നരേന്ദ്രമോദി ഭരിക്കുന്ന ഇന്ത്യ രാജ്യത്ത് നരേന്ദ്രമോദി ഭരിക്കുന്ന ഇന്ത്യ രാജ്യത്ത് എല്ലാ മനുഷ്യരും ജീവിക്കണ്ടേ? 145 കോടി ജനങ്ങളിൽ 120 കോടി ജനങ്ങളും ഹൈന്ദവ മതവിശ്വാസികളാണ്. 20 കോടി മുസ്ലിംകളും വളരെ കുറച്ച് ക്രൈസ്തവരും ഒക്കെ ഉള്ള ഒരു നാടാണ്. ഇവിടെ മതം തിരിച്ച് നിങ്ങൾ ലേബൽ ഒട്ടിക്കല്ലേ? അങ്ങനെ ഒട്ടിക്കാൻ പാടുണ്ടോ? നിങ്ങൾ 3 പേര് ബംഗാളിൽ കൊല്ലപ്പെട്ടാൽ
ഞാൻ ആവർത്തിച്ച് പറയാൻ കേട്ടോ, നിങ്ങൾ കേൾക്കണ്ടാവും. ആവർത്തി ഒരാളും കൊല്ലപ്പെടാൻ പാടില്ല. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ഒരു ഇസ്ലാം മത വിശ്വാസിയാണ്. ഒരു മനുഷ്യരെയും കൊല്ലാൻ പാടില്ല. അത് പാതകമാണ്, പാപമാണ്. അത് ഇസ്ലാം ആയാലും ക്രിസ്ത്യൻ ആയാലും മുസ്ലിം ആയാലും അങ്ങനെ തന്നെയാണ്. നമ്മൾ പറഞ്ഞു, നേരത്തെ അദ്ദേഹം പറഞ്ഞ ഒരു കാഫിർ എന്ന് പറഞ്ഞ് നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട. മതത്തിൽ വിശ്വസിക്കാത്തവനാണ് കാഫിർ. അതായത് ഇസ്ലാം വിശ്വസിക്കാത്തവൻ കഫറ അല്ല, അതിന്റെ അറബി അതിന്റെ കൃത്യമായ കഫറ എന്ന വാക്കിൽ നിന്നാണ് അത് വന്നിട്ടുള്ളത്. നിഷേധിച്ചു എന്നാണ്. അതായത് മതത്തിൽ വിശ്വസിക്കാത്തവൻ എന്നേ അതിനർത്ഥമുള്ളൂ. അതിനെയാണ് നിങ്ങൾ ദുർവ്യാഖ്യാനം ചെയ്ത് തെറ്റിദ്ധരിപ്പിക്കുന്നത്. അത് അതിന് CPM കൂടി അതിപ്പോ വടകരയിൽ അതായത് നമ്മൾ അതിന്റെ മലയാള അർത്ഥം നിഷേധി അല്ലെങ്കിൽ നിഷേധിച്ചവൻ എന്നാണ്. അതായത് ആ മതത്തിൽ പെടാത്തവൻ. അതൊരു തെറ്റായ മോശമായ പദമല്ല. നിങ്ങൾക്ക് ഡിക്ഷണറി ഇല്ലേ, അറബിക് ഡിക്ഷണറിയിൽ ഒന്ന് അടിച്ചു നോക്കൂ എന്താണ് കാഫിർ കഫറ എന്നുള്ളത്. നിങ്ങൾ ദയവ് ചെയ്തിട്ട് CPM ഒരു മിനിറ്റ് കേൾക്കി, ഞാൻ ഞാൻ പറയാൻ സമ്മതിക്കും പ്ലീസ്. നിങ്ങൾ ചോദിച്ചാൽ മറുപടി പറഞ്ഞല്ലോ. ഇനി ഞാൻ പറഞ്ഞ തെറ്റാണെങ്കിൽ അല്ല, ചോദിച്ചോളി. ഈ വിഗ്രഹാരാധന നടത്തുന്നത് കാഫിറാവോ? അല്ല, ഞാൻ ആ രീതിയിലുള്ള ഒരു ചർച്ചയിലേക്ക് ഈ വന്ന ആളല്ല ഞാൻ. അതായത് നമ്മൾ ഒരു മതപരമായി വിഷയം കൈകാര്യം ചെയ്യാനുള്ള പാണ്ഡിത്യം ഞാൻ ആ ബുദ്ധിമുട്ടിലേക്ക് തള്ളി വിടുന്നില്ല. താങ്കളുടെ ബുദ്ധിമുട്ട് എനിക്ക് മനസ്സിലാവുന്നു. വളരെ സിമ്പിളായിട്ട് ബുദ്ധിമുട്ടല്ലാന്ന് ഞാൻ നിങ്ങൾ അങ്ങനെ ഒരു വിഷയം തന്നിട്ട് അല്ല. ഒരു മിനിറ്റ് ഗോകുലെ, നിങ്ങൾ എവിടെന്നെങ്കിലും ഗൂഗിളിൽ നിന്ന് എന്തെങ്കിലും സെർച്ച് ചെയ്തിട്ട് അതിന് ഉത്തരം പറയാൻ ഇപ്പൊ നമുക്ക് കഴിയില്ല. മാത്രമല്ല ഇത് റെക്കോർഡാണ്. എന്തെങ്കിലും പിന്നെ വിളിച്ചു പറയാൻ പറ്റുമോ? നമുക്ക് അറിയുന്നതല്ലേ പറയാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഞാൻ കൃത്യമായി അദ്ദേഹം നേരത്തെ പിന്നെ സുമേഷ് അദ്ദേഹം ചോദിച്ച ചോദ്യത്തിന് കൃത്യമായി മറുപടി പറഞ്ഞു. നിങ്ങൾക്കും സെർച്ച് ചെയ്താൽ മനസ്സിലാക്കാൻ പറ്റും അതിന്റെ അർത്ഥം എന്താണെന്ന്. അങ്ങനെ മോശപ്പെട്ട പദമല്ല. ഒരു അവിശ്വാസി എന്നൊക്കെ വേണമെങ്കിൽ മലയാളത്തിൽ കൂട്ടിക്കോ. ഒരു മിനിറ്റ് പറയട്ടെ. പിന്നെ നിങ്ങളോട് പറയാനുള്ളത്, ഞാൻ യൂത്ത് ലീഗിന്റെ ദേശീയ ഭാരവാഹി എന്നുള്ള നിലക്ക് ഞാൻ അതിങ്ങനെ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് അനിൽ നമ്പേക്ക് അയച്ചു തരാം. ബംഗ്ലാദേശിലെ ന്യൂനപക്ഷ വേട്ടയ്ക്കെതിരെ ഞങ്ങൾ നടത്തിയിട്ടുള്ള സമരവും അതിന്റെ പ്രതിഷേധത്തിന്റെയും ഒരു വാർത്ത ഞാൻ ഈ ചർച്ച കഴിഞ്ഞിട്ട് ശ്രീ അനിൽ നമ്പ്യാർ അയച്ചു തരുന്നുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതായത് അഡ്രസ്സ് ചെയ്യാൻ പറ്റിയ വിഷയങ്ങളൊക്കെ ഞങ്ങൾ ചെയ്യും. അതാണ് ഞങ്ങൾ ഗൗരി ലങ്കേഷ് മരിച്ചപ്പോൾ ഞാൻ ബാംഗ്ലൂരിൽ പോയിട്ട് തൊട്ടടുത്ത ദിവസം ഈ പിന്നെ ആര്യൻ മിശ്ര എന്ന് പറയുന്ന ഹരിയാനയിലെ ഫരീദാബാദിലെ ബ്രാഹ്മണ യുവാവ് പശുഭീകരാൽ കൊല്ലപ്പെട്ടപ്പോൾ തൊട്ടടുത്ത ദിവസം ആ ഫരീദാബാദിലെ അവിടെ പോയി അദ്ദേഹത്തിന്റെ അമ്മ ഉമാ മിശ്രയെ നേരിട്ട് പോയി കണ്ടിട്ടുണ്ട്. ഞാനും അഡ്വക്കേറ്റ് ഷിബു മേരാൻ ഉൾപ്പെടെ യുദ്ധ നേതാക്കന്മാരും. എന്താണത്? ബംഗാളിലോട്ട് പോകണം. അല്ല, സെലക്റ്റീവ് അല്ല. ഹൈദരാബാദിൽ കൊല്ലപ്പെട്ട ആൾക്കാരെ പേര് തരാം. എവിടെ ബിർള എന്താ പറയാ ഗോകുൽ ചാട്ട് ചോദിക്കട്ടെ. ഞാനൊരു കാര്യം പറയട്ടെ. ദിൽഷുഖ് നഗറിൽ ബോംബിട്ട് ഹൈദരാബാദിൽ ഒരു 10-20 കൊല്ലം മുമ്പ് നടന്ന ബോംബ് ബ്ലാസ്റ്റിൽ 8 പേര് തൂക്കിക്കൊല്ലാണ് വിധിച്ചത്. ആ 8 പേരുടെ പേര് പറയട്ടെ. ഞാൻ പറയുന്നില്ല. എനിക്ക് എത്ര ചോദിക്കാണ്. നിങ്ങൾ ഒരു സേവ് ബംഗ്ലാദേശ്, ഹിന്ദു ബംഗ്ലാദേശ് എന്നൊരു പോസ്റ്റർ അടിച്ച് ട്വീറ്റ് ചെയ്തിരുന്നു. നിങ്ങൾ ഡെഫിനറ്റ് ആയിട്ട് സേവ് ഗാസ എന്നാണ് ചെയ്തിട്ടുണ്ടാവില്ലോ, സേവ് റഫ എന്നാണ് ചെയ്തിട്ട്. നിങ്ങൾ ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾ എന്തിനാ പിന്നെ നിങ്ങൾ ബംഗ്ലാദേശിനെ പറ്റി പറയാം. അപ്പൊ ചർച്ച ബംഗ്ലാദേശിനെ പറ്റിയാണ്. നിങ്ങൾ ഇല്ലാത്ത ഗോത്രയും പിന്നെ ബാക്കി സ്ഥലങ്ങളെ പിടിച്ചോണ്ട് മാത്രം സമയം കൊടുക്കില്ല. എനിക്ക് പറയാൻ സമയം തരൂ. ശരി, നിങ്ങൾ പറഞ്ഞോളാം. ലോജിക്കലായിരിക്കണം, അത്രേ ഉള്ളൂ. ലോജിക്കല്ല, ജെന്യൂൻ കൂടിയാണ്. ഞാൻ പറയാം, ഞാൻ സംഭവങ്ങളെ കൃത്യമായി പരാമർശിച്ചു. പിന്നെ മറ്റൊരു കാര്യം, ഇപ്പൊ നിങ്ങൾ നേരത്തെ ബംഗ്ലാദേശിലെ കാര്യം പറഞ്ഞു. ആ ബംഗ്ലാദേശിലെ ഗവൺമെന്റ് അതിന് കൂട്ടുനിൽക്കുന്നില്ല എന്ന് നിങ്ങൾക്കും നമുക്കും അറിയാം. പക്ഷെ ഇന്ത്യയിലെ ഗവൺമെന്റ് നോക്ക് നിങ്ങൾ. ഇപ്പൊ ബാബു ബജ്രംഗി, ആരാണ് ബാബു ബജ്രംഗി? 93 പേരെ ഗുജറാത്ത് കലാപ സമയത്ത് നിഷ്ഠൂരമായി കൊന്നയാളാണ്. അദ്ദേഹത്തിന് ഇപ്പൊ പരോള് കൊടുത്ത് അദ്ദേഹത്തെ പുറത്തു കൊണ്ടുവരാൻ ഭരണകൂടം ശ്രമിക്കുകയാണ്. ഇപ്പൊ ഇന്ന് നമ്മൾ ഈ സംസാരിക്കുമ്പോൾ ഒഡീഷയിൽ ഒരു സംഭവം ഉണ്ടായി. ശ്രീ അനിൽ നമ്പ്യാർ, നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല. ഒഡീഷയിലെ ഗ്രഹാംസ്റ്റൈൻ എന്ന് പറയുന്ന ആളെയും ക്രിസ്ത്യൻ പിന്നെ ആ ഫാദറിനെയും അതുപോലത്തെ 2 പിഞ്ചു മക്കളെയും ഏറെക്കുറെ 26 കൊല്ലം അതിനിഷ്ഠൂരമായി കൊലപ്പെടുത്തിയതിലെ 2ാം പ്രതിയെ പുറത്തു വിടാൻ വേണ്ടി അവിടുത്തെ ഒഡീഷയിലെ BJP സർക്കാർ അധികാരത്തിൽ വന്നിട്ട് ജയിൽ ഉപദേശക സമിതി ഡയറക്ഷൻ കൊടുത്തിരിക്കുകയാണ്. ഇന്നാണ് അതിന്റെ വാർത്ത വന്നിട്ട്. നിങ്ങൾ ശ്രദ്ധിച്ചോ? ആ നോക്കൂ നിങ്ങൾ. ഞാൻ സംസാരിക്കുമ്പോ ഇടപെടല്ലേ പ്ലീസ്. അല്ല അത് ശരിയല്ലല്ലോ. നിങ്ങൾക്ക് പറഞ്ഞോളി, ഞാൻ കേട്ടോളാം.
ഞാൻ പറയുന്ന ഇന്നത്തെ വാർത്തത ഇത് നോക്കി, ഈ ഗ്രാൻഡ് സ്ട്രെയിനിന്റെ ഇന്നലത്തെ വാർത്തയാണ്, ഒരു ദിവസം മുമ്പ് വന്ന വാർത്തയാണ്. ഇന്നലത്തെ വാർത്ത അതായത് 26 നേരത്തെ ഒരു ചോദ്യം ഉന്നയിച്ചിരുന്നു. ഷാക്കിർ പറഞ്ഞത് ഭാരതത്തിൽ ഈ വർഗീയ ലഹളകളിലൊക്കെ ഏറ്റവും കൂടുതലായിട്ട് കൊല്ലപ്പെട്ടത് മുസ്ലിങ്ങളാണെന്ന് പറഞ്ഞു. പ്രതിസ്ഥാനത്ത് കൊന്നത് RSSകാരാണെന്നും പറഞ്ഞു. അതിന്റെ കണക്കാണ് ഞാനും ചോദിച്ചത്. ശ്രീ സുരേഷ് കൊച്ചാട്ടിലും ചോദിച്ചത് അതാണ്. താങ്കളുടെ കയ്യിൽ എന്തെങ്കിലും തെളിവുണ്ടോ? താങ്കളുടെ കയ്യിൽ എന്തെങ്കിലും തെളിവുണ്ടോ? ഏറ്റവും കൂടുതൽ കൊല്ലപ്പെട്ടത് മുസ്ലിങ്ങളും. തെളിവുണ്ട്. അല്ല, കാണിക്ക്. ഏതാ തെളിവ്? തെളിവ് കാണിക്ക്. നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോ ഞാൻ പറഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. എങ്ങനെ? ഞാൻ പറഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ നേരത്തെ കൃത്യമായി പറഞ്ഞു. പറയട്ടെ, ശ്രീ എൽ നമ്പ്യാർ പറയാൻ നിങ്ങൾ സമ്മതിക്കാറില്ല. അതാണ് ഇവിടുത്തെ ഒരു പ്രശ്നം. ഞാൻ എന്തെങ്കിലും ന്യായം പറയാൻ നിങ്ങൾ തടസ്സപ്പെടുത്തും. അല്ല, ചോദ്യത്തിന് ഉത്തരം പറയാനല്ലോ. ചോദ്യത്തിന് ഉത്തരം മാത്രം പറഞ്ഞു പോയാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പറയാൻ വേണ്ടി വന്നതല്ലല്ലോ ഞാൻ. അല്ല, എന്നാലും താങ്കളാണ് അങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചത്. അപ്പോൾ സ്വാഭാവികമായിട്ട് താങ്കൾ തെളിവുകൾ ഹാജരാക്കണം. എവിടെ നിന്നാണ് താങ്കൾക്ക് ഈ തെളിവുകൾ ലഭിച്ചത്? താങ്കളിപ്പോ പറയുന്നുണ്ടല്ലോ അതിന് തെളിവ് താങ്കളുടെ കയ്യിലുണ്ടോ? എവിടെ നിന്നാണ് ഈ വിവരം താങ്കൾക്ക് ലഭിച്ചത്? മാത്രം തെളിവുണ്ട്. ഒറ്റ ഉണ്ട്, പറഞ്ഞുതരാം. അതായത് സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യയിൽ നടന്നിട്ടുള്ള ഏറ്റവും വലിയ കൂട്ടക്കൊല ഗുജറാത്ത് കൂട്ടക്കൊലയാണ്. അതാണ് നിങ്ങൾക്ക് ഇഷ്ടാവൂല. നിങ്ങൾക്ക് ഞാനിത് പറയുന്ന ഇഷ്ടം, ഇത് എല്ലാവർക്കും അറിയുന്നല്ലേ. അതിലെ പ്രതികൾ ആരാണ്? ഞാൻ പറഞ്ഞല്ലോ, അതിന് ഭരണകൂടത്തിന് അതിൽ പങ്കുണ്ട് എന്ന് ആരോപിക്കപ്പെട്ടു. അതിൽ ഇടപെട്ട സഞ്ജീവ് ഭട്ടിന് ഉൾപ്പെടെ ഇപ്പോ ജയിലിൽ അടിച്ചിരിക്കുകയാണ്. ആ ബാബു ബജറംഗി പുറത്താണ്. 93 ആളെ കൊന്ന് ബാബു ബജറംഗിയെ പുറത്ത് പരോളിൽ കൊടുത്തു. ചോദ്യത്തിന് ഉത്തരമായില്ല. നിങ്ങൾക്ക് എന്താ തെളിവ് കൂടുതൽ വേണം? ചോദ്യത്തിന് ഉത്തരമായില്ല. ഇനി ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട്. 82 പേര് ഒരു ദിവസം കൊല്ലപ്പെടുന്നു ഇന്ത്യ രാജ്യത്ത്. 29,000 പേര് കഴിഞ്ഞ വർഷം കൊല്ലപ്പെട്ടു. ഈ 29,000 പേരെ എല്ലാം RSS കൊന്നല്ല ഞാൻ പറയുന്നത്. അങ്ങനെയല്ല, അത് കൊല്ലപ്പെടാൻ സാഹചര്യം ഞാൻ നേരത്തെ പറഞ്ഞില്ല. പക്ഷേ മതപരമായി മതവിശ്വാസികളായി എന്നുള്ളതിന്റെ പേരിൽ മാത്രം നിരപരാധികളായിട്ടുള്ള നൂറുകണക്കിന് ഇസ്ലാം മതവിശ്വാസികളെ ഈ സംഘപരിവാരം കൂടി കൊന്നിട്ടുണ്ട്. യാഥാർത്ഥ്യമല്ലേ? നിങ്ങൾ അഖിലാഖിനെ കൊന്നു, ജുനൈദിനെ കൊന്നു, ഇപ്പൊ ഷാഹി മസിൽ 5 പേരെ കൊന്നു. ഇവരൊന്നും മനുഷ്യരല്ലേ? അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? ഈ ബംഗാളിൽ 2 സഹോദരങ്ങളും ഒരു ഇസ്ലാം ശ്രീ അനിൽ നമ്പ്യാർ പറയോ? ശ്രീ അനിൽ നമ്പ്യാർ പറയോ ഈ കൊല്ലപ്പെട്ട എല്ലാ മനുഷ്യരും കൊല്ലപ്പെടാൻ പാടില്ലായിരുന്നു എന്ന് നിങ്ങൾ പറയോ? ഞാൻ പറയും. ഞങ്ങൾ പറയും. കാരണം എന്താണ്? ശാശ്വത സമാധാനം ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. കൊച്ചുവീട്ടിൽ അദ്ദേഹത്തിന് മാധ്യമ പ്രവർത്തകൻ എന്നാ കൊടുത്ത്. ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം ഏതോ RSSന്റെ കാര്യവാഹകറ്റ ഇതാണ് നിങ്ങളുടെ പ്രശ്നം. നിങ്ങൾ ISS ആരെയാണ് RSS കുത്തും? ആരെയാണ് RSS അയക്കും? നിങ്ങൾ അല്ല, നമുക്ക് മനസ്സിലാക്കാം. യുവരാജ് ഗോകുലിന്റെ ടൈറ്റിൽ നിങ്ങൾ കൊടുത്ത് BJP എന്നാണ്. പക്ഷെ മാധ്യമ പ്രവർത്തകൻ എന്ന് പറഞ്ഞ് ശ്രീ സുമേഷ് ഇവിടെ വന്നിരുന്നിട്ട് എനിക്ക് അദ്ദേഹത്തോടൊരു ചോദ്യം ചോദിക്കാനുണ്ട്. കുഴപ്പം തന്നെ. ഓബ്ദുള്ളയോട് ഞങ്ങൾ യോജിക്കണില്ലല്ലോ. ഞങ്ങൾ യോജിക്കണില്ല. ആരാ ഓബ്ദുള്ള? ഓബ്ദുള്ളയോട് എന്തിനാ ഞങ്ങൾ യോജിക്കണത്? ടൈറ്റിൽ എന്താണ്? ഞങ്ങൾ ആളുകൾ ഇഷ്ടം പോലെ ഉണ്ട്. ഒരു ചോദ്യം അറിയില്ലാന്ന് ഞങ്ങൾക്ക് അറിയില്ല. അയാളെ യുവരാജ് അറിയില്ല. അങ്ങനെ എത്രയോ മനുഷ്യന്മാരുണ്ട്. അവരുടെയൊക്കെ ന്യായീകരണ പണി നമുക്കുണ്ടോ? യുവരാജ്, ഷാക്കിറെ, താങ്കൾ പറഞ്ഞു ഇന്ത്യ കണ്ട ഏറ്റവും വലിയ മുസ്ലിം കൂട്ടക്കൊല അല്ലെങ്കിൽ കലാപമാണ് ഗുജറാത്തിൽ 2002 നടന്നത് എന്ന് പറഞ്ഞു. എത്ര പേര് കലാപത്തിൽ മൊത്തത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമോ? ഒന്ന് പറയാമോ? ഞാൻ കണക്കാണ് ചോദിക്കുന്നത്. തീർച്ചയായിട്ടും അങ്ങ് തീർച്ചയായിട്ടും അതിന് കൃത്യമായിട്ട് അതിനെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഏകദേശം 3000 3000-ഓളം മുസ്ലിങ്ങൾ കൊല്ലപ്പെട്ടു അല്ലേ? അതല്ല ഷാക്കിറെ, ഞാൻ ചോദിക്കട്ടെ, നിർത്തൂ. 3000-ഓളം മുസ്ലിങ്ങൾ കൊല്ലപ്പെട്ടു അല്ലേ? ഉറപ്പല്ലേ?
ഗുജറാത്ത് കലാപത്തിൽ ആകെ കൊല്ലപ്പെട്ടിരിക്കുന്നത് 1044 1044. അല്ലല്ല, അത് നരേന്ദ്രമോദി സർക്കാർ ഉണ്ടാക്കിയിട്ടുള്ള കള്ളക്കണക്കല്ലേ? നിങ്ങൾ BJP-യുടെ കള്ളക്കണക്ക് നിങ്ങൾ വിശ്വസിച്ചാൽ മതി. ഇവിടെ ഷാക്കിർ, അതല്ലേ താങ്കളോട് നേരത്തെ ചോദിച്ചത്? തെറ്റായ കാര്യങ്ങൾ പറയുമ്പോൾ താങ്കളുടെ പക്കൽ തെളിവുകളുണ്ട് എന്ന് പറയുന്നു. എന്നുണ്ടെങ്കിൽ അക്ഷരാഭ്യാസമുണ്ട് എന്നുണ്ടെങ്കിൽ മദ്രസ വിദ്യാഭ്യാസത്തിന് അപ്പുറത്തേക്ക് എന്തെങ്കിലും ലഭിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ 2004 മുതൽ 2014 വരെ ഇവിടെ UPA സർക്കാരാണ് ഭരിച്ചിരുന്നത്. ആ സമയത്ത് സുപ്രീം കോടതിയിൽ ഉൾപ്പെടെ ഈ പറയുന്ന കേസുകളുടെ ട്രയൽ നടന്നിട്ടുണ്ട്. SIT, അന്നത്തെ UPA സർക്കാർ അപ്പോയിന്റ് ചെയ്ത SIT-യുടെ റിപ്പോർട്ടുകളുണ്ട്. ആ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത്. നിങ്ങളുടെ മനസ്സിലായോ? അതും കൊണ്ട് ചാനലിൽ വന്നിരുന്ന അതിന്റെ അകത്തുള്ള കേസെടുത്തിരിക്കുന്ന ആൾക്കാരുടെ എണ്ണം ഞാൻ കൃത്യമായിട്ട് അങ്ങേക്ക് പറഞ്ഞു തരാം. അങ്ങ് അവിടെ വെയിറ്റ് ചെയ്യൂ. അങ്ങേക്ക് പിന്നെ BJP സർക്കാർ കൊടുത്തിട്ടുണ്ട്. അന്ന് നരേന്ദ്രമോദിയാണ് അവിടുത്തെ മുഖ്യമന്ത്രി. ഗോകുലെ അവിടുത്തെ മുഖ്യമന്ത്രി നരേന്ദ്രമോദിയാണ്. ഈ അമിത്ഷാ കള്ളക്കണക്കല്ല, അത് നമ്മളെ നിങ്ങൾ സത്യസന്ധമായി അന്വേഷണം നടത്തിയിട്ടുള്ള പോലീസുകാരെ മുഴുവൻ നിങ്ങൾ ജയിലിൽ അടച്ചില്ലേ? സഞ്ജീവ് ഭട്ടിനെ 28 കൊല്ലം മുമ്പുള്ള കേസ് സഞ്ജീവ് ഭട്ട് ഉൾപ്പെടെയുള്ള ആളുകൾക്ക് പങ്കുണ്ട് എന്ന് പറഞ്ഞതിനാണ് സഞ്ജീവ് ഭട്ട് ജയിലിൽ അടച്ചത്. പൊട്ടത്തരം പറയുന്ന അതായത് ശ്രീ ഗോകുലെ, ഇതൊക്കെ ആളുകൾ കാണൂലേ? നിങ്ങളിങ്ങനെ പ്രകോപിതനാകാൻ പാടുണ്ടോ? നിങ്ങൾ അഭിപ്രായം പറഞ്ഞൂടെ? സഞ്ജീവ് ഭട്ടിനെ ജയിലിൽ അടച്ചത് സുപ്രീം കോടതിയാണ്. നിങ്ങൾക്കൊരു പ്രശ്നം എന്താ അറിയോ? ഇപ്പൊ നമ്മൾ നോക്കുക, ഞാൻ സംസാരിക്കുമ്പോ ഗോകുലിനെയോ അനിൽ നമ്പ്യാരെയോ സുമേഷിനെയോ എന്തെങ്കിലും പ്രകോപനപരമായി പറഞ്ഞോ? നോക്കൂ, നിങ്ങൾ കണക്ക് പറഞ്ഞപ്പോ അദ്ദേഹം എന്താണ് സ്ഥിരമായി പറയുന്ന ഒരു പ്രയോഗമുണ്ട്, മദ്രസ വിദ്യാഭ്യാസം. നിങ്ങൾക്ക് ഇതൊന്നും ഇല്ലേ? അതെന്താ മനസ്സിലാവാത്ത ഷാക്കിർ? ഞാൻ മനസ്സിലാക്കിയതല്ലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഞാൻ മനസ്സിലാക്കിയതല്ലേ പറയാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് ഓക്കെ, ശരി, ഇനി നിങ്ങളുടെ കണക്ക് അംഗീകരിച്ച് തന്നാൽ തന്നെ 1000 ചെറിയ സംഖ്യയാണോ? വിവരമില്ലാത്ത മനുഷ്യർക്ക് പോലും അതെ. എന്നിട്ട് ശ്രീ അന്നവരെ ഇവരുടെ പരിപാടി എന്താ അറിയോ? ഇങ്ങനെ എന്തെങ്കിലും വിളിച്ചു പറയാം, എന്നിട്ട് അത് കട്ട് ചെയ്തിട്ട് ഫേസ്ബുക്കിൽ ഇട്ടിട്ട് നമ്മൾ ഓടി എന്ന് പറയാം. നമുക്ക് നേരിട്ട് സമ്മതിക്കാം. നിങ്ങൾ 3 പേര് ചവച്ചു തിന്നുന്ന കുറച്ച് ജനാധിപത്യപരമായിട്ട് അങ്ങോട്ടേക്ക് വെടിയുണ്ടകൾ ലഭിച്ചിട്ടുണ്ട്. പാകിസ്ഥാനിൽ വെടിയുണ്ടകൾ അതിനകത്ത് ലഭിച്ചിട്ടുണ്ട്. എവിടെ പോയിരുന്നു ഷാക്കിറെ? പിന്നെ ഷാക്കിർ ഫസ്റ്റ് റൗണ്ടിൽ പറയുന്നുണ്ടായിരുന്നല്ലോ, എന്താ ഏതെങ്കിലും മതത്തിന്റെ പേരിൽ ആരെങ്കിലും കൊല്ലുന്നത് ശരിയല്ല, അത് നിങ്ങളുടെ ചാനൽ ഉൾപ്പെടെ മുസ്ലിം ഭീകരവാദം എന്ന് പറയുന്നു, അത് ശരിയല്ല. ശരിയല്ല, ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ ഈ പറയുന്ന യസീദികളെ ആരാ ഷാക്കിറെ കൂട്ടക്കൊല നടത്തിയത്? ഏത് മതത്തിന്റെ പേരിൽ? അതിനിപ്പോ RSSകാര് പറഞ്ഞുണ്ടാക്കിയതാണോ ഷാക്കിറെ? ജനൻ TV പറഞ്ഞുണ്ടാക്കിയതാണോ ഷാക്കിറെ? യസീദികളെ കൂട്ടക്കുരുതി നടത്തിയത് ആരാണ് എന്നുള്ള കാര്യം? ബോക്കോ ഹറാം കൂട്ടക്കുരുതി നടത്തുന്നത് എന്തിന്റെ പേരിലാണ് ഷാക്കിറെ? ലോകത്തെ മുഴുവനും ഭീകരാക്രമണം അഴിച്ചുവിട്ടതാ എന്തിന്റെ? അഫ്ഗാനിസ്ഥാനിലെ ഈ ബൗദ്ധരെ മുഴുവനും കൊന്നൊടുക്കിയതും ബൗദ്ധ പ്രതിമകൾ മുഴുവൻ തകർത്തെറിഞ്ഞതും
എന്തിന്റെ പേരിലാണ് ഷാക്കിറെ? അപ്പൊ ലോകം മുഴുവൻ ഇത് മുഴുവൻ ആരാണ് ഷാക്കിറെ അഴിച്ചുവിട്ടിരിക്കുന്നത്? ഞാൻ എല്ലാ മുസ്ലിങ്ങളും കുഴപ്പക്കാരാണെന്നോ മുസ്ലിങ്ങൾ മുഴുവൻ തെറ്റുകാരാണെന്നോ പറയുവാനോ അങ്ങനെ വിശ്വസിക്കുവാനോ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ താങ്കൾ ഇവിടെ വന്നിരുന്ന് വല്ലാതെ അങ്ങ് വൈറ്റ് വാഷ് അടിച്ച് വിടുമ്പോഴേ നിങ്ങൾ ചോദിക്കുകയാണ് സേവ് ഗാസ, സേവ് ഹമാസ് ഒക്കെ ജനം ടിവിയിൽ ഓടിച്ചോന്ന്. സേവ് ലഷ്കർ ഇ തോയ്ബയൊന്നും ഞങ്ങൾ ഓടിക്കാറില്ല. അതൊക്കെ നിങ്ങളുടെ കാലഘട്ടത്തിൽ സേവ് ലഷ്കർ ഇ തോയ്ബയും സേവ് ബിൻ ലാദനും സേവ് അഫ്സൽ ഗുരുവും സേവ് മറ്റേ ഇങ്ങോട്ടേക്ക് ഓടിക്കാൻ പോകുന്നില്ല. അതും പ്രതീക്ഷിച്ച് ഷാക്കിർ ഇങ്ങോട്ട് വരികയും വേണ്ട. ഷാക്കിറിന് ഒരു വിഷയത്തിൽ സംസാരിക്കാനുണ്ടെന്നുണ്ടെങ്കിൽ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ ആധികാരികമായിട്ട് സംസാരിക്കുക. അതാണ് എനിക്ക് പറയാനുള്ളത്. ഷാക്കിറിന്റെ ബോധ്യത്തിനനുസരിച്ചല്ല സംസാരിക്കേണ്ടത്, ആധികാരികമായി സംസാരിക്കണം. അത് വേണം, അത് മസ്റ്റാണ്. ഷാക്കിർ ഞാൻ വരാം. ഷാക്കിർ, ഞാൻ താങ്കളെ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. ഷാക്കിർ മുസ്ലിം ലീഗിന്റെ പ്രതിനിധിയാണ്, യൂത്ത് ലീഗിന്റെ ദേശീയ സെക്രട്ടറിയാണ്. പക്ഷേ ഷാക്കിർ ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ വക്താവായിട്ടാണ് സംസാരിക്കുന്നത്. ഇവിടെ വിഷയം ബംഗ്ലാദേശ് കലാപമാണ്. ബംഗ്ലാദേശിലെ ഹിന്ദു വംശീയ ഹത്യയാണ് ഇവിടുത്തെ വിഷയം. ഹിന്ദു സംഘടനാ നേതാവിനെ ദാരുണമായി കൊലപ്പെടുത്തി. അതാണ് ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. അതിനെ അപലപിക്കാതെ ജനറലൈസ് ചെയ്യുകയാണ്. മാത്രമല്ല അവിടെ നിന്ന് ആ ബംഗ്ലാദേശ് വിഷയം മറന്നുകൊണ്ട് ഇന്ത്യയിലേക്ക് വന്ന് ഭാരതത്തിൽ ഏറ്റവും കൂടുതൽ കൊല്ലപ്പെട്ടത്, വർഗീയതകളിൽ കൊല്ലപ്പെട്ടത് മുസ്ലിംകാരാണ് എന്ന് സ്ഥാപിക്കാനുള്ള ഒരു ശ്രമമാണ് താങ്കൾ നടത്തിയത്. മാത്രമല്ല പ്രതിസ്ഥാനത്ത് RSSനെ നിർത്തുകയും ചെയ്തു. ഷാക്കിർ ഒന്ന് മനസ്സിലാക്കൂ, എന്താണ് ബംഗ്ലാദേശിൽ സംഭവിക്കുന്നത് എന്ന് താങ്കളൊന്ന് മനസ്സിലാക്കൂ. ഷാക്കിർ ഒരു മനുഷ്യസ്നേഹിയാണ് എന്ന് താങ്കൾ പറഞ്ഞല്ലോ. അങ്ങനെയാണെങ്കിൽ കൃത്യമായിട്ട് അതിൻ്റെ കാരണങ്ങളിലേക്ക് താങ്കൾക്ക് എത്താൻ പറ്റും. ഷാക്കിർ ബംഗ്ലാദേശിൽ നടക്കുന്നതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കിയതെന്ന് മാത്രം പറഞ്ഞാൽ മതി. നമുക്ക് ഭാരതം വിടാം തൽക്കാലം, ബംഗ്ലാദേശിൽ നിന്ന് സംസാരിക്കാം. പറയൂ. അതിനു മുമ്പ് ഗോകുല് പറഞ്ഞ ചില പ്ലീസ് അതിലേക്ക് പോകരുത്. പറഞ്ഞെടുത്തിട്ട് ഗോകുലും ഗോകുലിന്റെ ആൾക്കാരും FBയിൽ ഇട്ടിട്ട് പിന്നെ എന്താ പറയാ വേറെ രീതിയിലേക്ക് ചർച്ച കൊണ്ടുപോകും. അതിന് ഞാൻ ആഗ്രഹിക്കണില്ല. നമുക്ക് നമ്മളുടേതായ കാര്യങ്ങൾ ഇപ്പോൾ സർക്കാർ കണക്കനുസരിച്ച് ഈ ഗോകുല് പറഞ്ഞതുപോലെ 1044 മരണങ്ങളാണ്, 790, 254. എന്നാൽ അത് BJP സർക്കാരിന്റെ കണക്കാണ്. അവിടെ പിന്നെ 1926 മുതൽ 2000 വരെയാണ് ഒരു കണക്ക് ഇപ്പോ നേരത്തെ ഇവിടെ പുറത്തു വിട്ടിട്ടുള്ളത്. വിശദമായിട്ട് വേണമെങ്കിൽ ചർച്ച ചെയ്യാൻ ഞാൻ റെഡിയാണ്. ഡാറ്റ എടുത്ത് തന്നെ ചർച്ച ചെയ്യാം. നേരത്തെ ഞാൻ പറഞ്ഞു ഇതിന് ഡാറ്റ ഉണ്ടോ എന്ന് നിങ്ങൾ ചോദിച്ചപ്പോ ഞാൻ അതിന് മറുപടി പറഞ്ഞപ്പോ നിങ്ങൾക്കൊന്നും പറയാനില്ല. എന്തേലും 1944 നിങ്ങൾക്ക് ഈ 1044 ചെറിയ ഫിഗർ ആണോ? 1044 എന്താ നിങ്ങൾക്ക് അത് ന്യായം പറയാനുള്ളത്? ഭാരതീയരല്ലേ? ഭാരതത്തിന്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യണ്ടേ? ഇവിടെ ഹിന്ദുക്കൾ ജീവിക്കട്ടെ. ഒരു കാര്യം പറയുമ്പോൾ വേറെ കാര്യത്തിലേക്ക് അതാണ് നിങ്ങളുടെ ടാക്ടിക്. എനിക്കൊരു ഡൗട്ട് അതിനകത്ത് ക്ലിയർ ചെയ്യാനുണ്ട്. എനിക്ക് അതിനകത്തൊരു ഡൗട്ട് ക്ലിയർ ചെയ്യാനാണ്. ആ ഡൗട്ട് അദ്ദേഹം ഒന്ന് ക്ലിയർ ചെയ്താൽ മതി. 1900 മുതൽ 2000 എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ കൊല്ലപ്പെട്ടു എന്ന് പറയുന്ന സംഖ്യ അതിന്റെ ഇരട്ടി പോയിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഡബിൾ ആണ്. ഓൾമോസ്റ്റ് അല്ല, ഡബിൾ തന്നെയാണെന്നുള്ള രീതിക്ക് നമുക്ക് ചുരുക്കാം. അപ്പോൾ ഈ 1000 മനുഷ്യരെ കാണാതായി കഴിഞ്ഞാൽ ഒരു പ്രദേശത്ത് നിന്ന് തീർച്ചയായിട്ടും ആ മനുഷ്യർക്ക് ബന്ധുക്കൾ ഉണ്ടാവും, ആ മനുഷ്യർക്ക് ഐഡന്റിറ്റി ഉണ്ടാവും, അല്ലാന്നുണ്ടെങ്കിൽ അയൽക്കാരെങ്കിലും ഉണ്ടാവും, അവരുടെ കൂടെ പഠിച്ച ആൾക്കാരുണ്ടാവും, സുഹൃത്തുക്കൾ ഉണ്ടാവും, പല തരത്തിലുള്ള ബന്ധങ്ങൾ ഉണ്ടാവും. ഈ 1000 പേർക്ക് പോട്ടെ, ഈ 1000 പേർക്കില്ലെങ്കിൽ 100 പേർക്കെങ്കിലും ഉണ്ടാകും. ഈ 100 പേരുടെ എങ്കിലും പേരും വിലാസവും ഐഡന്റിറ്റിയും ഫോട്ടോയും ഗുജറാത്ത് കലാപത്തിന് ശേഷം ഇവരെ ആരെയും കാണുന്നില്ല, മരണം ഒഫീഷ്യലായിട്ട് റെക്കോർഡ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് 2004-നും 2014-നും ഇടയ്ക്ക് നിങ്ങളുടെ UPA സർക്കാർ എടുത്തിരിക്കുന്ന ഒരു നടപടി എനിക്ക് കാണിച്ചു തരാമോ? ഒരു നടപടി കാണിച്ചു തന്നാൽ മതി. പോയോ? എന്തോ ഒരു കണക്ടിവിറ്റി പ്രശ്നമുണ്ട്. ഷാക്കിർ അത് കേട്ടില്ല എന്നാണ് തോന്നുന്നത്. ശ്രീ സുരേഷ് കൊച്ചാട്ടിൽ, താങ്കൾ പറഞ്ഞത് ശരിയാണ്. കാരണം ബംഗ്ലാദേശിലെ കലാപത്തിൽ ഇവർക്ക് കൃത്യമായിട്ട് പറയാനൊന്നുമില്ല. അതുകൊണ്ടാണ് ഗോദ്രയിലേക്കും ഗുജറാത്ത് കലാപത്തിലേക്കൊക്കെ വരുന്നത്. നമുക്ക് അതേ പ്രതീക്ഷിക്കാവൂ ഇവരിൽ നിന്ന്. അല്ല, മുസ്ലിം ലീഗിന്റെ അദ്ദേഹത്തിന് അറിഞ്ഞൂടാ. ബംഗ്ലാദേശില്
1951, നമ്മൾ 1950 ആണല്ലോ ഒരു കട്ട് ഓഫ് മാർക്കറ്റ് എടുക്കുന്നത് റിപ്പബ്ലിക് ആയ സമയത്ത്. അന്ന് ഹിന്ദുക്കളുടെ പോപ്പുലേഷൻ ശതമാനം 22,000. ഇന്നത് 7,000 കുറഞ്ഞു. എനിക്ക് ചോദിക്കാനുള്ളത്, എവിടെ പോയി ഇവര്? ഇപ്പൊ കുറെ പേര് പറയും ഇന്ത്യയിലേക്ക് വന്നു. എത്ര പേര് ഇന്ത്യയിലേക്ക് വന്നു? കണക്കുണ്ടോ? കണക്കുണ്ട്. ഇപ്പൊ ഇവർ ആസാമിൽ പോയപ്പോ അവിടെ ആസാമിലെ അക്കോർഡ് ഓർമ്മയുണ്ടാവും. പ്രഫുല്ല കുമാർ മഹന്തി, രാജീവ് ഗാന്ധി കൂടി സൈൻ ചെയ്ത അക്കോർഡ്. അവിടെ ഒരു പാർട്ടി ഉണ്ട്, AIUDF എന്നുണ്ട്, ബദ്രുദ്ദീൻ കമാലിന്റെ. അവർ ഓപ്പൺ ആയിട്ട് പറയുന്നുണ്ട് ഞങ്ങൾ ബംഗ്ലാദേശിൽ നിന്ന് വന്ന ആൾക്കാരാണ്. മുർഷിദാബാദ്, മാൾഡ, അനിൽ നമ്പ്യാർ, ഈ സ്ഥലത്താണ് ഇവർ മാക്സിമം വന്ന് സെറ്റിൽ ചെയ്തത്. അന്ന് ഇന്ദിരാഗാന്ധിയുടെ സമയമായാലും കമ്മ്യൂണിസ്റ്റുകാർ അവിടെ ഭരിക്കുന്ന സമയമായാലും അവർക്കൊരു വോട്ട് ബാങ്ക് ആയിരുന്നു. ഇവർക്ക് എന്താണ് ബംഗ്ലാദേശിലൂടെ ഫെൻസിങ് ഇടുമ്പോൾ എത്ര വിഷമം എന്താണ് ഇവർക്ക്? ഫെൻസിങ് ഇടാൻ തടസ്സം നടത്തി എന്തിനാണ് ഇവര്? ഇവർക്ക് ഇതാണ് പരിപാടി. ഇവിടുന്ന് കള്ളക്കടത്താണ് മെയിൻ ആയിട്ട്. ബെനഡറിൽ സിറപ്പാണ് അങ്ങോട്ട് കൊണ്ടുപോകുന്നത്, പശുക്കളെയാണ് അങ്ങോട്ട് കൊണ്ടുപോകുന്നത്. ഈ ബംഗ്ലാദേശിന്റെ പ്രോബ്ലം എന്താണെന്ന് പറഞ്ഞാൽ ഒരിക്കൽ ഒരു ഇസ്ലാമിക് സ്റ്റേറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ അതിനെ തിരിച്ചെടുക്കാൻ പറ്റില്ല. അത് നമ്മളെല്ലാം കണ്ട്. ഈജിപ്ത് ഇസ്ലാമിക് നേഷൻ ആയിരുന്നോ? അല്ലല്ലോ. മുസ്ലിം തന്നെ ആയിരുന്നില്ല. സിറിയ ആയിരുന്നോ? ഇല്ലല്ലോ. ഇറാഖ് ആയിരുന്നോ? ഇല്ല. ഇതൊക്കെ എങ്ങനെയായി മാറി? നമ്മളൊരു ഭാരതദേശം മാത്രമാണ് 5000 കൊല്ലായിട്ടും വി സ്റ്റിൽ ഹോൾഡിംഗ് ഓൺ എന്ന് പറയും നമ്മൾ. അൺബ്രോക്കൺ സിവിലൈസേഷൻ ആണ് നമ്മുടെ. പക്ഷെ ബംഗ്ലാദേശ് അതല്ല. ബംഗ്ലാദേശ് നമ്മളന്ന് 71 അവരെ ഹെൽപ്പ് ചെയ്ത് ഷെയ്ഖ് മുജിബുർ റഹ്മാൻ, അന്ന് ഓർമ്മയുണ്ടോ അനിലിന്? ഇതേ മുജിബുർ റഹ്മാനെ കൊന്ന ആൾക്കാരാണ് ഇപ്പൊ അവിടെ കടന്ന് കലാപം ഉണ്ടാക്കുന്ന ആൾക്കാര്. അതാണ് നമ്മൾ മറക്കരുത്. ഇവരെയാണ് നമ്മൾ ടാക്കിൾ ചെയ്യേണ്ടത്. ബിക്കോസ് ഈ ഇസ്ലാമിക് എക്സ്ട്രീമിസ്റ്റിനെ അവർക്ക് ട്രംപ് വന്നപ്പോ തൊട്ടൊരു പേടിയായി. ബിക്കോസ് അവർക്ക് മനസ്സിലായി ട്രംപ് തന്നെ ആൾ കുറച്ചൊക്കെ അങ്ങനെ കളിക്കാൻ പറ്റില്ല. പണ്ട് ബൈഡൻ ചെയ്ത മാതിരി ഷെയ്ഖ് ഹസീനെ പുറത്താക്കിയപ്പോൾ സപ്പോർട്ടും നൽകും ചെയ്യാത്ത ആളായിരുന്നു. ഇപ്പൊ കണ്ടോളാൻ തമ്മിൽ ഞാൻ എഴുതി തരാം. ഇനി ഒരു അടുത്ത 6 മാസത്തിനുള്ളിൽ ബംഗ്ലാദേശിനെ എക്കണോമിക്കലി കംപ്ലീറ്റ് ആയിട്ട് പാപ്പരാക്കും. ഓൾറെഡി വേൾഡ് ബാങ്കിന്റെ അടുത്ത് പോയി ലോൺ കിട്ടിയിട്ടില്ല. ഇന്ത്യ ഗവൺമെന്റിന്റെ അടുത്ത് വന്ന് നമ്മൾ കൊടുത്തില്ല. നമുക്ക് തരാനുള്ള ഇലക്ട്രിസിറ്റിയുടെ കാശ് മുതൽക്ക് തരാൻ പറ്റാണ്ട് അവസാനം അദാനി കറണ്ട് കട്ട് ചെയ്തു. പിന്നെ അവർ കൊടുത്തു $500 മില്യൺ കൊടുത്തു. ഇതാണ് നടക്കാൻ പോകുന്നത്. നിങ്ങളൊരു പാകിസ്ഥാനെ എക്സാമ്പിൾ ആയിട്ട് എടുത്താൽ മതി. പാകിസ്ഥാന്റെ ഒരു പകുതി സ്റ്റേറ്റ് വന്ന് നിൽക്കുകയാണ് ബംഗ്ലാദേശ്. ഇപ്പൊ പാകിസ്ഥാൻ ഒരു ഫെയിൽഡ് സ്റ്റേറ്റ് ആണ്. അവർക്ക് ഒന്നുമില്ല അവരുടെ കയ്യിൽ. ഒരു 2 ആഴ്ചക്കുള്ള ഇന്ധനം വാങ്ങാനുള്ള കാശില്ല അവരുടെ കയ്യിൽ. ആ ഒരു പരിസ്ഥിതി നിങ്ങൾ എന്താണ് നടത്തുന്നത്? നമ്മളവിടെ കണ്ടു അന്നില്ല, ഈ കൂട്ടക്കൊല നടക്കുന്നതിന് മുമ്പായിട്ട് അവിടെ ലൂട്ടിംഗ് ഉണ്ടായിരുന്നു. അവിടുത്തെ മെക്ഡൊണാൾഡ്സും KFC ഒക്കെ കയറി ഒരു ലൂട്ടിംഗ് ഉണ്ടായിരുന്നു. എന്തിനാ ചെയ്യുന്നത്? ഒരു ഐഡിയ ഇല്ല. അത് ഈ പറഞ്ഞവരെ അയച്ചു വിട്ടുകയാണ് ഇവരൊക്കെ. ഈ റോട്ടിൽ അയച്ചു വിട്ടിട്ട് ഈ പറഞ്ഞ മാതിരി ബേക്കറി കലാപം നടത്തിയിരുന്നല്ലേ ഇവർ? അത് പിന്നെ നമുക്ക് പറയണോ? ഇതൊക്കെ ഇനി കുറെ ഉണ്ട്. എക്സാമ്പിൾ പറഞ്ഞു കുറെ ഉണ്ട്. അന്നില് സിൽഹെറ്റ്, ചിറ്റഗോങ്. അന്ന് നമുക്ക് ചിറ്റഗോങ് ഇപ്പോഴും സിൽഹെറ്റ് ഏരിയയിൽ 32% ഹിന്ദുക്കളുണ്ട് ഇപ്പോഴും. ഇപ്പൊ ലാസ്റ്റ് വീക്ക് എന്റെ ഒരു ഫ്രണ്ട് അവിടെ പോയി വന്നത്, അദ്ദേഹം റിപ്പോർട്ട് ചെയ്താണ് 32% അവിടെ ഇപ്പോഴും ഹിന്ദുക്കളുണ്ട്. അവിടെ ആയിരക്കണക്കിന് അമ്പലങ്ങളുണ്ട്. അവർ പേടിച്ച് നിൽക്കണം, എങ്ങടാ പോണ്ടേന്ന് അറിയാണ്ട് നിൽക്കണം അവര്. ഇതാണ് അവിടുത്തെ പ്രോബ്ലം. എനിക്ക് മനസ്സിലാവാത്ത ഇന്ന് വരെ സതീശൻ, VD സതീശനോ അല്ലെങ്കിൽ നമ്മുടെ കോൺഗ്രസിന്റെ സുധാകരനോ അല്ലെങ്കിൽ ഗോവിന്ദ മാഷ് CPM ആരെങ്കിലും ഇവരില്ലാത്ത അതിനൊക്കെ ട്വീറ്റ് ചെയ്യും. എവിടെയോ കിടക്കുന്ന. അതാണ് ഇവരുടെ പ്രോബ്ലം. ഇവരുടെ വോട്ട് പോവുമല്ലോ. അതാണ് പേടി. അതാണ് ഇവരുടെ പേടി. ഞാനതാ ഈ വഖഫിനെ പറ്റി ഉണ്ടാക്കിയ കുഴപ്പം നമ്മൾ അതിന് CA എന്താ പറഞ്ഞ പിണറായി വിജയൻ ഞങ്ങൾ CAയോട് അനുവദിക്കില്ല. എന്തുണ്ടായി അവസാനം? 7ാമത്തെ ആൾക്ക് സിറ്റിസൺഷിപ്പ് കൊടുത്ത കേരളത്തിനായിരുന്നു. എന്ത് ചെയ്തു പിണറായി വിജയൻ? ഇതാണ് ഈ വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് ആണ്. ഇവര് BJP പറയൂല്ലോ. ഞാൻ പറയട്ടെ, ഹൈദരാബാദിനെ പറ്റി ഞാൻ പറഞ്ഞുതരാൻ വേണമെങ്കിൽ നമ്മുടെ മുസ്ലിം ലീഗിന്റെ പ്രതിനിധിയെ വേണമെങ്കിൽ എവിടുത്തെ ഒവൈസി കളിക്കുന്ന കളി എല്ലാവർക്കും അറിയാം. ഒവൈസിയുടെ പാർട്ടിക്കാർ തന്നെ പറയും ഏറ്റവും കൂടുതൽ വഖഫിന്റെ സ്ഥലം പിടിച്ചെത്തിക്കുന്ന ഒവൈസിയാണ്. 5000 ഏക്കർ. അറിയാം നിങ്ങൾക്കത്? ഒന്നും വരെ നിഷേധിച്ചിട്ടില്ല ആ അലിഗേഷൻ. നമുക്കത് വിടാം, അത് വേറെ ടോപ്പിക്കാണ്. പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത് വേറെ ഒന്നല്ല. വേറൊരു രാഷ്ട്രത്തിൽ ഒരു ഈ പറഞ്ഞ മാതിരി എന്തെങ്കിലും ഒരു റയറ്റ് നടക്കുന്ന അല്ലെങ്കിൽ അവിടുത്തെ ആൾക്കാർ കൊല്ലുമ്പോൾ നിങ്ങൾക്ക് ഗാസയെ പറ്റി കാണിച്ച അതേ ഇൻട്രസ്റ്റ്, നിങ്ങൾ എന്താണ് റഫയെ പറ്റി കാണിച്ച അതേ ഇൻട്രസ്റ്റ് നിങ്ങൾ എന്താണ് ബംഗ്ലാദേശിൽ കാണിക്കാത്തത്? അവിടെ കൊല്ലപ്പെടുത്ത ഹിന്ദുക്കളാണ്, അവിടെ കൊല്ലുന്നത് മുസ്ലിംസ് ആണ്. ഇതാണ് നിങ്ങളുടെ പ്രോബ്ലം. നിങ്ങൾക്ക് വേറെ ഒരു പ്രോബ്ലം ഇല്ല, വോട്ട് പോകും. അതാണ് ഒരു പേടി. ഈ പേടിച്ച് ഹിന്ദുക്കൾ വന്നു, RSS വന്നു. ഞാൻ പറയട്ടെ, ഇപ്പൊ പെരോളിനെ പറ്റി പറയേണ്ട, ഞാൻ പിന്നെ തിരിച്ച് ഭാരതത്തിലേക്ക് വരുന്നില്ല. ഗ്രാൻഡ് സ്റ്റേറ്റ്സിന്റെ കാര്യത്തില് കേരളത്തിൽ പെരോളിനെ ഇറക്കി വിട്ടില്ല കുറെ പേരെ. മറന്നോ അവരുടെ പേര്? പാർട്ടി മറന്നോ അവരുടെ? ഞാൻ പറഞ്ഞുതരാൻ വേണേ, എത്ര പേരെ കോൺഗ്രസിന്റെ സമയത്ത് ഡൽഹിയിൽ പെരോളിനെ ഇറക്കി വിട്ടെന്നറിയോ? പെരോൾ തന്നെ ഒരു റൈറ്റ് ആണ് ആഫ്റ്റർ സം ടൈം. അതാണ് ഏത് കോടതി ഇത് പെരോൾ തന്നെ പോലീസ് എഴുതി കൊടുത്താൽ അവർ വിടില്ല. കോടതി ഡിറ്റർമൈൻ ചെയ്യാൻ വേണോ വേണ്ട എന്നുള്ളത് ഗ്രാൻഡ് സ്റ്റേറ്റ്സിന്. പിന്നെ നമുക്ക് പറഞ്ഞു വരാണെങ്കിൽ കുറെ പേരുണ്ട്. ഞാൻ പിന്നെ മാറാട് എടുത്തിട്ടേ ഉള്ളൂ. പക്ഷെ മാറാട് കൊല ചെയ്ത ആൾക്കാരുടെ ആരാണെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. അതിനെപ്പറ്റി പറഞ്ഞു പിന്നെ ആ ഹിസ്റ്ററി പൊക്കിയെടുത്ത് ഈ പറഞ്ഞ മാതിരി അതിനെ മുമ്പിലേക്ക് കൊണ്ടുവരും. പക്ഷെ ബംഗ്ലാദേശിന്റെ കാര്യം, ബംഗ്ലാദേശിന്റെ പ്രോബ്ലം വരുമ്പോഴാണ് അനില ഇവരൊക്കെ ഈ പറഞ്ഞ മാതിരി സഡൻലി ഇവർക്കൊക്കെ ഒരു
ഈ പറഞ്ഞ മാതിരി സെലക്റ്റീവ് അമിനീഷ്യ എന്ന് പറയും ഇംഗ്ലീഷിൽ. അതെ. അപ്പൊ മറവിയാണ് ഇവർക്ക്. അതൊന്നും ഓർമ്മയില്ല അവർക്ക്. ബംഗ്ലാദേശിലെ പോപ്പുലേഷൻ 25% 7% ഹിന്ദുക്കളുടെ എങ്ങനെ വന്നു? ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരും എനിക്ക്. ഇന്ത്യയിലേക്ക് വന്ന കണക്ക് ഇന്ത്യയുടെ അടുത്തുണ്ട്, എത്ര ഹിന്ദുക്കളുണ്ട് വന്നു. CA വന്നപ്പോ നിങ്ങൾ എന്താ പറഞ്ഞത്? അയ്യോ CA വന്ന നമ്മൾ ഇതാണ് എക്സാക്ട്ലി പ്രഡിക്ട് ചെയ്തത് മോദി ഗവൺമെന്റ്. അവിടെ കലാപം നടത്തും ഇവര്, അവിടുന്ന് ഹിന്ദുക്കൾ എങ്ങോട്ടും അവരെങ്ങടാ പോവാ പറയും? അവര് വല്ല ചൈനയിലേക്ക് പോവാ അവര്, അതോ അവർ വേറെ സ്ഥലത്തേക്ക് ഓടുവര്, അല്ലെങ്കിൽ ഈ പറഞ്ഞ മാതിരി മയൻമാറിലേക്ക് പോവാര്? അവർക്ക് വരാനുള്ള രാഷ്ട്രം ഇത് മാത്രമേ ഉള്ളൂ, ഹിന്ദു രാഷ്ട്രമായിട്ടുള്ള. ഈ പറഞ്ഞ മാതിരി ഹിന്ദു രാഷ്ട്രമല്ല, ഒരു ഇന്ത്യൻ രാഷ്ട്രമായിട്ടുള്ള ഇത് മാത്രമേ ഉള്ളൂ. അപ്പൊ ഹിന്ദുക്കൾക്ക് വരാനുള്ള അതേ ഉള്ളൂ. ഹിന്ദു മാത്രമല്ല, അവിടെ ക്രിസ്ത്യാനികളുണ്ട്, അവരുടെ നേരെ ഇതേമാതിരി അറ്റാക്ക് നടക്കും. ദേവീ ക്ഷേത്രങ്ങളിലുള്ള ഏറ്റവും കൂടുതൽ സ്ഥലമാണ് ബംഗ്ലാദേശ്. അറിയോ? ബംഗാളിനേക്കാൾ കൂടുതൽ ദേവീ ക്ഷേത്രങ്ങൾ ബംഗ്ലാദേശിൽ കാണാം. ആക്ഷൻ ഡേനെ പറ്റി ഞാൻ ആദ്യം പറഞ്ഞിരുന്നു. ആക്ഷൻ ഡേ നടത്തിയ ആൾക്കാർ ആരാണെന്ന് നമുക്കറിയാം. ഈ പറഞ്ഞ ഈ ചൗധരി അദ്ദേഹം അവസാനം ബംഗ്ലാദേശിലേക്ക് കടക്കാൻ പറ്റിയില്ല അദ്ദേഹത്തിന്. അവിടെ ഇരുന്നിട്ടായിരുന്നു ഈ നടത്തിയത്. നോക്കാലിയിൽ ഗാന്ധിജി പോയിട്ട് എന്താ ചെയ്തത്? അയ്യോ, നോക്കാലിയിൽ റയറ്റ്സ് നടന്നു, ഗാന്ധിജി അവിടെ ഈ പറഞ്ഞ മാതിരി ഞാൻ ഫാസ്റ്റ് ആൻഡ് ടു ഡെത്ത് ഇരിക്കാൻ പോകുന്നു. അവസാനം എന്തുണ്ടായി? നോക്കാലി ഇപ്പൊ ബംഗ്ലാദേശിലാണ് കിടക്കുന്നത്. അവിടെ കൊല്ലപ്പെട്ട സ്ത്രീകളുടെ കണക്കറിയുന്നു, ഹിന്ദു സ്ത്രീകളെ കൊന്നത് പറഞ്ഞായിരുന്നു. അതും അങ്ങനെ ആയിരക്കണക്കിന് ഇൻസ്റ്റൻസ് വേണമെങ്കിൽ ഞാൻ ഡാറ്റയുടെ കൂടെ അയച്ച ഡിബേറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ. ഇതാണ് നിങ്ങൾ മനസ്സിലാക്കാത്തത്. ഞങ്ങളൊക്കെ അവിടെ പോയി വന്ന ആൾക്കാരാണ്, ഞങ്ങളുടെ ആൾക്കാരോട് പോയി വന്നിട്ട് അവർ കണ്ടത് ഗ്രൗണ്ട് സിറ്റുവേഷൻ ആണ്. ഇത് ഷെയ്ഖ് ഹസീനയുടെ സമയത്താണ് പറഞ്ഞത്, ഇപ്പോഴല്ല. ഷെയ്ഖ് ഹസീനയും അത്ര ഒരു വലിയൊരു ക്ലീൻ ക്യാരക്ടർ ആയിരുന്നില്ല, പക്ഷെ എന്നാലും ഇവരെക്കാട്ടിലും ഭേദമായിരുന്നു. തസ്ലീമ 2006 സമാധാനത്തിന് നോബൽ പ്രൈസ് കിട്ടിയ ആളാണ് മുഹമ്മദ് യൂനുസ്. അയാളാണ് ഇപ്പൊ അവിടെ ഭരിക്കുന്നത്. നോക്കൂ, എന്തൊരു വിരോധാഭാസമാണിത്. പാപ്പരാക്കി വിട്ട ആൾക്കാരാണ്. അയാളുടെ ബാങ്കിങ് സിസ്റ്റം കംപ്ലീറ്റ് ആൾക്കാരെ പാപ്പരാക്കി. അതിന് നോബൽ പ്രൈസ് പീസ് പ്രൈസ് കൊടുക്കുന്നെങ്കിൽ അത് എനിവേ ദാറ്റ് ഇസ് എ ഡിഫറെന്റ് ഡിബേറ്റ്. പക്ഷേ അങ്ങേക്ക് എന്ത് കേപ്പബിലിറ്റി ഉണ്ട്? ഒരു കേപ്പബിലിറ്റി ഉണ്ടോ? ഒരു ആർമി ഓർഡർ ചെയ്യാൻ പറ്റും? പറ്റില്ല ഇവരെ കൊണ്ടൊന്നും. അതാണ് ഇവർ ഈ പറഞ്ഞ മാതിരി ഈ ഗവൺമെന്റിനെ ഞാൻ പിന്നെയും പറയാം. ശരി, ബംഗ്ലാദേശ് ആർമി ടേക്ക് ഓവർ ചെയ്തിട്ട് എനിക്ക് ഒരു കുഴപ്പമില്ല. ബിക്കോസ് അറ്റ്ലീസ്റ്റ് അവർക്ക് ഒരു ലോ ആൻഡ് ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അവരുടെ കയ്യിൽ ഒരു ഡിസിപ്ലിൻ ഉണ്ടാവും. ഇതോ നടക്കാൻ പോകുന്ന കണ്ടോളാൻ അനിൽ നമ്പ്യാർ അടുത്ത ഒരാഴ്ച 10 ദിവസത്തിനുള്ളിൽ ബംഗ്ലാദേശ് ആർമി 2 പ്രാവശ്യം വാർണിംഗ് കൊടുത്തു കഴിഞ്ഞു. ഇനി 3ാമത്തെ വാർണിംഗ് അവർ കയറി ഇവരെ വീട്ടിലേക്ക് പറഞ്ഞേക്കും. നിങ്ങൾ ഇനി ഭരിച്ചത് മതി, ഇതൊക്കെ നമുക്കിവിടെ നിർത്താൻ. ഓക്കെ യെസ്, തിരിച്ചു വരാം. നേരത്തെ യുവരാജ് ചോദിച്ച ചോദ്യം അത് ഷാക്കിർ കേട്ടിട്ടില്ല. യുവരാജ് ഒന്നുകൂടെ ചോദിക്കണം. അല്ല, എൻ്റെ സംശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീ ഷാക്കിർ ഇവിടെ പറഞ്ഞു 1044 പേര് ഔദ്യോഗികമായി കൊല്ലപ്പെട്ടതായി രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന ഗുജറാത്ത് കലാപത്തിൽ 2000 പേര് കൊല്ലപ്പെട്ടു എന്നാണ് അദ്ദേഹം പറയുന്നത്. ബാക്കി കണക്ക് BJP ഉണ്ടാക്കിയ കണക്കാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ എൻ്റെ സ്വാഭാവികമായ സംശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥ നമ്പറിന്റെ ഇരട്ടിയാണ് കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്ന് അവർ അവകാശപ്പെടുന്നവരുടെ എണ്ണം. ഈ 1000 പേരെന്ന് പറയുന്ന നമ്പർ, അതായത് എക്സ്ട്രാ അദ്ദേഹം പറയുന്ന 1000 പേര്, ഈ 1000 പേർക്ക് തീർച്ചയായിട്ടും ബന്ധുക്കളുണ്ടാകും, സുഹൃത്തുക്കൾ ഉണ്ടാവും, അവരുടെ കൂടെ പഠിച്ചവരുണ്ടാവും, അവരെ അറിയാവുന്നവരുണ്ടാവും, ഇന്ന പ്രദേശത്ത് താമസിച്ചിരുന്ന ആൾക്കാരുണ്ടാവും എന്നൊക്കെ പറയുന്ന ഐഡന്റിറ്റി ഉള്ളവരായിരിക്കുമല്ലോ 1000 പേര്. അല്ലാണ്ട് ഊരും പേരും ഒന്നുമില്ലാത്ത 1000 പേർ, ഏതോ 1000 പേർ, അങ്ങനെ 1000 പേരുണ്ടാവില്ലല്ലോ. ഈവൻ ഒരു വ്യക്തിയാണെങ്കിൽ പോലും ആ വ്യക്തിക്ക് ഒരു ഐഡന്റിറ്റി ഉണ്ടാവും, ആ വ്യക്തി അറിയുന്ന എത്രയോ ആയിരക്കണക്കിന് ആൾക്കാർ ചുറ്റും ഉണ്ടാവും, അല്ലേ? പോട്ടെ, ഒരു 50 പേർക്കെങ്കിലും ആ വ്യക്തി അറിയില്ലേ? അപ്പോൾ ഈ 1000 പേരെന്ന് പറയുന്നത് വലിയൊരു സംഖ്യയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന അനുസരിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ. ഈ 1000 പേരുടെ ഐഡന്റിറ്റി എവിടെയാണ് വെളിപ്പെടുത്തിയിരിക്കുന്നതെന്നൊന്ന് പറയാമോ? അതായത് ഗുജറാത്ത് കലാപത്തിന് ശേഷം ഈ പറയുന്ന 1000 പേരെ കാണുവാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് രജിസ്റ്റർ ചെയ്തിരിക്കപ്പെട്ടിരിക്കുന്ന കേസുകളോ അല്ലാന്നുണ്ടെങ്കിൽ പത്രപരസ്യങ്ങളോ, സ്വാഭാവികമായിട്ട് ഒരാളെ കാണാനില്ലെങ്കിൽ പത്രപരസ്യമെങ്കിലും കൊടുക്കുമല്ലോ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് ഗുജറാത്ത് കലാപത്തിന് ശേഷം ഈ 1000 പേരെ കാണാൻ, ഇവരെ കൊന്നതാണ് എന്ന് പറഞ്ഞിട്ടുള്ള. ഇപ്പൊ 2004 മുതൽ 2014 വരെ UPA സർക്കാരാണ് ഭരിച്ചിരിക്കുന്നത് മുസ്ലിം ലീഗിന്റെ പിന്തുണയോടുകൂടി. ഈ 1000 പേരെ കണ്ടെത്തുവാൻ വേണ്ടിയിട്ട് UPA സർക്കാർ ഒരു പരിശ്രമം പോലും നടത്തിയിട്ടില്ല എന്നുള്ളതാണോ? എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പൊ UPA സർക്കാർ തീർച്ചയായിട്ടും അതിനകത്തൊരു പരിശ്രമം നടത്തേണ്ടതല്ലേ? തീർച്ചയായിട്ടും നരേന്ദ്രമോദിയെ എന്ന് പറയുന്ന ഈ പറയുന്ന നിങ്ങൾ പറയുന്ന ഫാഷിസ്റ്റ് ഭീകരനായിട്ടുള്ള ആള് ഈ 1000 പേരെ കൊന്നു, എക്സ്ട്രാ 1000 പേരെ കൊന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് UPA സർക്കാർ വെളിച്ചത്ത് കൊണ്ടുവരേണ്ടിയിരുന്നതായിരുന്നില്ലേ? ലോകത്തിന് കുറച്ചുകൂടി മനസ്സിലാവുമായിരുന്നല്ലോ അദ്ദേഹത്തിന്റെ കരാള ഹസ്തങ്ങൾ എന്തായിരുന്നു എന്നുള്ള കാര്യം കുറച്ചുകൂടി മനസ്സിലാവുമല്ലോ. അപ്പൊ UPA സർക്കാർ ഈ 1000 പേരുടെ കാര്യത്തിൽ എടുത്ത നടപടി എന്താണ് എന്ന് ഷാക്കിറിനൊന്ന് വിശദീകരിക്കാമോ? യെസ്, അതായത് നിങ്ങൾ ഈ ഒരു 1000ന്റെ കണക്ക് പറയുന്നുണ്ടല്ലോ, ഞാൻ കേട്ടിട്ടില്ല എന്താണെന്നുണ്ട്. 1000ന്റെ കണക്ക് പറയുന്നുണ്ടല്ലോ കൂടുതൽ. അതെ 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 അത് അത് അതിന്റെ ആധികാരികത വ്യക്തമായിട്ട് ചോദിക്കാം. കാര്യം വെച്ച് കഴിഞ്ഞാൽ അതെ, അല്ല താങ്കൾ പറഞ്ഞു
അല്ല ഞാനത് പറയാം, ഞാൻ ചോദിക്കാം. 2000-ലധികം പേര് കൊല്ലപ്പെട്ടു എന്നാണ് ഷാക്കിർ പറയുന്നത്. യഥാർത്ഥ കണക്ക് 1044. അപ്പൊ 1044-നേക്കാളും ഒരിരട്ടി, അതായത് 1000 പേരാണ് എക്സ്ട്രാ കൊല്ലപ്പെട്ടു എന്ന് ഷാക്കിർ പറയുന്നത്. ഈ 1000 പേർക്ക് തീർച്ചയായിട്ടും ഒരു ഐഡന്റിറ്റി ഉണ്ടാവുമല്ലോ ഷാക്കിറെ. അവർ ഏത് സ്കൂളിൽ പഠിച്ചു, അല്ലെങ്കിൽ ഏത് കോളേജിൽ പഠിച്ചു, ഏത് ലൊക്കാലിറ്റിയിൽ ജീവിക്കുന്നു, അവരുടെ വീട് എന്താണ്, അഡ്രസ് എന്താണ്, ഇങ്ങനെ ഒരു ഇതുണ്ടാവില്ലേ. അവരറിയുന്ന സുഹൃത്തുക്കൾ ഉണ്ടാവില്ലേ, അവരുടെ കൂടെ പഠിച്ചവരുണ്ടാവില്ലേ, അവരുടെ കൂടെ ജോലി ചെയ്യുന്നവരുണ്ടാവില്ലേ. അപ്പൊ തീർച്ചയായിട്ടും അവർ പറയില്ലേ ഗുജറാത്ത് കലാപത്തിന് ശേഷം ഇന്ന ആൾക്കാരെ കാണാം. 1000 എന്ന് പറയുന്നത് വലിയൊരു നമ്പറാണ്. അപ്പൊ തീർച്ചയായിട്ടും അതൊരു വലിയ പ്രശ്നമാവില്ലേ. അപ്പോ SITയുടെ മുമ്പിൽ തീർച്ചയായിട്ടും പോയിട്ട് ഇന്ന ആൾക്കാർ എക്സ്ട്രാ കാണാനില്ല, അപ്പൊ യഥാർത്ഥ കണക്ക് ഇതല്ല നിയോഗിച്ച SITയുടെ മുമ്പിൽ പറയില്ലേ. അത് മാത്രമല്ല, ഞാൻ കംപ്ലീറ്റ് ചെയ്യട്ടെ താങ്കൾ ഇരിക്കൂ. ഈ 2004 തൊട്ട് 2014 വരെ, അല്ല ഞാൻ എന്റെ ചോദ്യം തീർന്നിട്ടില്ല. എന്റെ ചോദ്യം തീരാതെ പിന്നെ എങ്ങനെ അങ്ങ് ഉത്തരം പറയാ? 2004 മുതൽ 2014 വരെ UPA സർക്കാരാണ് ഇന്ത്യ ഭരിച്ചത്. അപ്പൊ ഈ 1000 പേരെ കാണാനില്ല എന്നുണ്ടെങ്കിൽ ഇവരുടെ ഐഡന്റിറ്റിയും വിലാസവും ഒക്കെ ഉൾപ്പെടെ തീർച്ചയായിട്ടും ഈ പറയുന്ന UPA സർക്കാരിന്റെ അടുത്ത് പോയിട്ട് നിങ്ങൾക്ക് പറയാമായിരുന്നല്ലോ അത് ഇത്രയും ഇല്ല, നിങ്ങളുടെ ലീഗ് ഉൾപ്പെടെയുള്ള ആൾക്കാർ ചേർന്നിട്ടാണല്ലോ അത് ഭരിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ 1000 പേർക്ക് വേണ്ടിയിട്ട് UPA സർക്കാർ എടുത്തിരിക്കുന്ന നടപടി എന്താണ്? അങ്ങനെ ഒരു നടപടി ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇത് ലോകത്തിന്റെ മുമ്പിൽ തുറന്നു കാണിക്കാൻ കഴിയുമായിരുന്നുവെങ്കിൽ നരേന്ദ്രമോദി എന്ന് പറയുന്ന ഭീകരനായ ആ ഭരണാധികാരിയെ കുറച്ചുകൂടി ലോകത്തിന്റെ മുമ്പിൽ തുറന്നു കാണിക്കാൻ സാധിക്കുമായിരുന്നില്ലേ? അപ്പൊ ആ 10 വർഷത്തിൽ നിങ്ങൾ എന്ത് നടപടിയാണ് ഈ 1000 പേരെ, അതായത് എക്സ്ട്രാ കൊല്ലപ്പെട്ടു എന്ന് പറയുന്ന 1000 പേർക്ക് വേണ്ടിയിട്ട്, അതായത് ഇന്ന് വരെ ലോകത്തിന് അറിഞ്ഞുകൂടാത്ത 1000 പേർക്ക് വേണ്ടിയിട്ട് എടുത്തത് എന്നൊന്ന് അറിഞ്ഞാൽ കൊള്ളായിരുന്നു. ഇനി ഞാൻ പറയുമ്പോൾ ദയവേത് ഇടപെടരുത്. ആകെ ഈ 8:36 കുറച്ച് സമയം എനിക്ക് കിട്ടിയത്. നിങ്ങൾ എന്തൊക്കെയാ പറഞ്ഞ ടെക്നിക്കൽ എററോട് കേൾക്കാനും പറ്റില്ല. ഏതായാലും ഇപ്പോൾ കേട്ടതിന് മറുപടി പറഞ്ഞു. നമ്മൾ നേരത്തെ ചർച്ചയ്ക്കിടെ ഞാൻ പറഞ്ഞതാണ്, നിങ്ങൾ തെളിവുണ്ടോ എന്ന് ചോദിച്ചു. നിങ്ങൾ 3 പേരും ചോദിച്ചു ഞാൻ പറഞ്ഞ ആരോപണത്തിന് ഏറ്റവും കൂടുതൽ ആളുകളെ കൊന്നത് RSS ആണ്, അല്ലെങ്കിൽ ഈ രീതിയിൽ മുസ്ലിമുകളാണ് കൊല്ലപ്പെട്ടതെന്ന് പറഞ്ഞപ്പോൾ തെളിവുണ്ടോ എന്ന് ചോദിച്ചപ്പോഴാണ് ഞാൻ പറഞ്ഞൊരു ഉദാഹരണം പറഞ്ഞത്. ഇനി ഡീറ്റെയിൽസ് ആയിട്ടുള്ള ഉദാഹരണങ്ങൾ ഞാൻ യുവരാജ് ഗോകുൽ നമ്പർ തരാൻ, യുവരാജ് ഗോകുലിന് അയച്ചത്, അല്ലെങ്കിൽ അനിൽ നമ്പ്യാർ നമ്പർ എൻ്റെ അടുത്ത്, ഞാൻ അങ്ങോട്ട് അദ്ദേഹത്തിന് കൊടുത്തോളാം. ഇപ്പം നമ്മൾ പിന്നെ സ്വാഭാവികമായും ചില സംഗതികൾക്ക് നമ്മൾ ആശ്രയിക്കുന്നത് വിക്കിപീഡിയയാണ്. ഇപ്പോൾ വിക്കിപീഡിയയിൽ വന്നിട്ടുള്ള ഒരു സാധനമുണ്ട്. ഇപ്പോൾ നിലവിൽ ഇപ്പോഴും നിങ്ങൾക്ക് കാണാം, ഇംഗ്ലീഷിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട്. നിങ്ങൾ പറഞ്ഞതുപോലെ 1044 എന്നുണ്ട്. എന്നാൽ 1926 2000 വരെ എന്നതുമുണ്ട്. ഇത് ഒരേപോലെ ചോദിച്ചത്. നിങ്ങൾ ഉന്നയിച്ചിരിക്കുന്ന ആരോപണം അതിഗുരുതരമാണ്. 2002 സംഭവിച്ചുകൊണ്ട് 2025 അത് ലഘൂകരിക്കപ്പെടുന്നില്ല. 1000 പേര് എക്സ്ട്രാ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ 1000 പേർക്ക് വേണ്ടി നിങ്ങൾ സ്വീകരിച്ച നടപടിയാണ് ഞാൻ ചോദിക്കുന്നത്. ആളുകൾ പിന്നെ ഈ 1000 ആളുകളെ കൊന്ന് നിങ്ങൾക്ക് സംഖ്യയുടെ വ്യത്യാസത്തിലാണ് നിങ്ങൾ തർക്കം. അത് നമുക്ക് ഓരോന്ന് പോയി എണ്ണാൻ കഴിയില്ലല്ലോ. നമ്മളിത് പത്രത്തിൽ വായിച്ചിട്ടും അല്ലെങ്കിൽ അതുപോലെ ഓരോ ഏജൻസികൾ പറയുന്നത് അനുസരിച്ചല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. 1044 കൊല്ലപ്പെട്ടു എന്ന് നിങ്ങൾ പറയുന്നുണ്ടല്ലോ, അവര് മനുഷ്യരല്ലേ? ഇത്ര ആളുകളെ കൊന്നില്ലേ? അടിക്കല്ലേ? ഞാൻ പറഞ്ഞത് നമ്മളുടെ വിശ്വാസവും ഉപദ്രവിക്കാറില്ല. നമ്മൾ അങ്ങനെ ആരെയും എന്തെങ്കിലും കൊല്ലപ്പെടണം എന്ന് ആഗ്രഹിക്കില്ല, കൊലപ്പെടുത്താറില്ല. കൊന്നാൽ കൊന്നു, അത് ശരിയല്ല എന്ന് പറയുന്നവരാണ്. അത് ആര് ഞാൻ പറഞ്ഞാൽ ആര്യ മിശ്ര കൊല്ലപ്പെട്ടപ്പോ ഹരിയാനയിലെ ഫരീദാബാദ് വരെ പോയ ആളാ ഞാൻ. ഇന്ത്യയുടെ അഭിമാനം. സാധുക്കളെ കൊന്നൂല, അവിടെ പോയിരുന്നോ? സാധുക്കളെ കൊന്നൂല, അവിടെ പോയിരുന്നോ? നിങ്ങള് അവിടെ പോയില്ലേ അല്ലേ? അവിടെ പോവാൻ മറന്നു. വല്ലാത്ത കഷ്ടമായി. ഒരു ചോദ്യം പ്ലീസ്. നിങ്ങൾ ചോദിച്ചത് കേട്ടില്ല. ഞാൻ ചോദിച്ചത് പൽഗറിൽ സാധുക്കളെ കൊന്നിരുന്നു, ഓർമ്മയുണ്ടോ? രണ്ട് സാധുക്കളെ കൊന്നിരുന്നു, ഓർമ്മയുണ്ടാവുമല്ലോ? പൽഗർ മഹാരാഷ്ട്രയിൽ വെച്ച്. ആരെ കൊന്നതെന്ന് എല്ലാവർക്കും അറിയാം. ഓക്കെ, നിങ്ങൾ അവിടെ പോയിരുന്നു. ചോദിച്ചോളാം. അല്ല, യുവരാജ് ചോദിച്ചോളാം. യെസ്,
ടെക്നിക്കൽ എറർ അല്ല, ഈ കശ്മീരിലെ ഏതാണ്ട് 1,20,000 കൃത്യമായ മറുപടി കുടുംബങ്ങളാണ് അവിടെ ഉണ്ടായിരുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങൾ ഗോകുലും സുമേഷും അനിൽ നമ്പ്യാരൊക്കെ അല്ല, അങ്ങ് കൃത്യമായ ഒരു മറുപടിയാണെങ്കിൽ അങ്ങ് പറയണം കേട്ടോ. അല്ലല്ല, കൃത്യമായ മറുപടിയാണെങ്കിൽ അദ്ദേഹം അങ്ങ് പറയണം കേട്ടോ. അങ്ങയുടെ കൃത്യമായ ഒരു മറുപടി കേൾക്കാൻ വേണ്ടി ഞാൻ ജീവിതകാലം മുഴുവൻ ആഗ്രഹിച്ചിരിക്കുന്നതാണ്. ഒരുപാട് ചർച്ചകളിൽ അങ്ങയുമായിട്ടിരുന്നു. ഇതുവരെ ഇനി ഒരു കൃത്യമായ മറുപടി കേൾക്കാൻ പറ്റിയിട്ടില്ല. ഇപ്പോഴും അങ്ങ് എന്താണ് ആ കണക്ക് അങ്ങാണ് പറഞ്ഞത്, അങ്ങാണ് വലിയ തർക്കം ഉയർത്തിയത്. ആദ്യം 3000 എന്ന് പറഞ്ഞു, ഞാൻ നമ്പർ പറഞ്ഞപ്പോൾ അങ്ങ് പറഞ്ഞു അല്ലത് 2000 എന്ന് പറഞ്ഞു. ഞാൻ ആ 2000ന്റെ കണക്ക് ചോദിച്ചപ്പോൾ അങ്ങിപ്പോ പറയുന്നു അക്കത്തിലൊന്നും വലിയ കാര്യമൊന്നുമില്ല എന്ന് അങ്ങ് പറയുന്നു. എന്തായാലും അങ്ങ് ജനം TV ചർച്ചയ്ക്ക് വന്നതുകൊണ്ട് അക്കങ്ങളും എണ്ണാനും എങ്കിലും പഠിച്ചു എന്നുള്ള കാര്യത്തിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. അതുകൊണ്ട് അങ്ങയുടെ കൃത്യമായ മറുപടി കേൾക്കാൻ ഞാൻ കാത്തിരിക്കുകയാണ്. ആ 1000ന്റെ കണക്കിൽ അങ്ങ് ഒരു കൃത്യമായ ഒരു മറുപടി പറയണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങ് ആ മറുപടി പറഞ്ഞതിന് ശേഷം ഞാൻ അടുത്ത ചോദ്യത്തിലേക്ക് ഷാക്കിന് ഞാനിനി പറയുന്നത് കേൾക്കാത്തതാണോ, ഷാക്കിർ ഇനി പിണങ്ങിയിരിക്കുന്നതാണോ എന്നൊന്നും മനസ്സിലാവുന്നില്ല എനിക്ക് വിഷ്വലിൽ ഷാക്കിർ ഒന്നും കേൾക്കുന്നില്ല എന്ന് തോന്നുന്നു. യെസ്, അനിൽ നമ്പ്യാർ ഈ സഞ്ജീവ് ഭട്ടിന്റെ കേസ് പറഞ്ഞിരുന്നു. ഷാക്കിറിന് വേണമെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് യൂട്യൂബിൽ ഉണ്ടാവില്ല ഈ വീഡിയോ. ഈ സഞ്ജീവ് ഭട്ടിനെ ആരാണ് ജയിലിലിട്ടത്? സുപ്രീം കോടതിയാണ്. ഇദ്ദേഹം നമ്പർ 1 കള്ളൻ, നമ്പർ 1 ലയർ എന്ന് പറഞ്ഞ ആളാണ് സുപ്രീം കോടതിയിലെ ജഡ്ജിമാരെ. ഇല്ലാത്ത നുണ പറഞ്ഞുണ്ടാക്കി. പിന്നെ ഒരാൾ ഓർമ്മയുണ്ടോ? ശ്രീകുമാർ DGP ആയിരുന്നു, മലയാളിയായിരുന്നു. നമ്പിനാരായണനെ അറസ്റ്റ് ചെയ്ത ആള്, നമ്പിനാരായണനെ ടോർച്ചർ ചെയ്ത ആള്. അദ്ദേഹം പറഞ്ഞു ഞാൻ നരേന്ദ്രമോദിയുടെ ക്യാബിനറ്റ് മീറ്റിംഗിൽ ഇരിക്കുകയായിരുന്നു. അതും നുണയെ വന്നു. അപ്പൊ ഈ പറഞ്ഞ സഞ്ജീവ് ഭട്ടിന്റെ കാര്യം പറഞ്ഞ അടുത്ത കാലത്ത് ആദ്യമായിട്ടാണ് ഒരു IPS ഓഫീസർ റാങ്ക് പോൾക്ക് എടുത്തു കളഞ്ഞു രാഷ്ട്രപതി സുപ്രീം കോടതി പറഞ്ഞിട്ട്. IPS അല്ല അദ്ദേഹം ഇപ്പൊ ജയിലിൽ കിടക്കണം. എന്തിനാ? നുണ പറഞ്ഞ ആൾക്കാരെ ടോർച്ചർ ചെയ്ത്. ഈ ഗുജറാത്ത് റൈറ്റ്സ് ആയിട്ട് ഒരു സംബന്ധമില്ലാട്ടത്. ഇയാള് കള്ള ബോംബ് കൊണ്ട് പുറത്തു കൊണ്ട് RDX വെച്ച് ചിലരെ പെടുത്തി കേസുകളിൽ. ആ കേസിലാണ് ജയിലിൽ കിടക്കുന്നത്. പറഞ്ഞൊന്ന് മനസ്സിലാക്കുന്നത് ഷാക്കിറിന്റെ അടുത്ത്. അല്ലാണ്ട് മോദി പിടിച്ചിട്ടോ ജയിലിൽ പിടിച്ചിട്ടോ അല്ലാതെ UPA ടൈമിൽ തുടങ്ങിയ കേസാണത്. ഈ ഒരു RDX കൊണ്ട് ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് വേണമെന്ന് വെച്ച് പാവങ്ങളെ പേടിപ്പിച്ച് അവരെ ജയിലിലാക്കി. അവാർഡ് വാങ്ങി അതിന് വേണ്ടിയിട്ട്. എനിവേ, നമുക്ക് എനിക്ക് ഒരു കാര്യം ചോദിക്കാം. ഇപ്പൊ നമ്മുടെ മുസ്ലിം ലീഗിന്റെ പ്രതിനിധി ഇവിടെ ഇതിലില്ല. പക്ഷെ അദ്ദേഹത്തെ ചോദിക്കാനുള്ളത്, നിങ്ങളുടെ ഫ്രണ്ട്സ് ആണല്ലോ അവിടെ ഇരിക്കുന്നത്, ഇസ്ലാമിക് ജിഹാദും പിന്നെ ഈ പറഞ്ഞ മാതിരി ജമാഅത്തെ ഇസ്ലാമി. നിങ്ങളൊരു കാര്യം, നിങ്ങളൊരു ഡെലിഗേഷൻ ഒരു 12 പേര് അല്ലെങ്കിൽ ഒരു 6 പേര് ഡെലിഗേഷൻ ബംഗ്ലാദേശിലേക്ക് പോകും. ഇന്ത്യൻ ഗവൺമെന്റ് വേണമെങ്കിൽ എല്ലാ അറേഞ്ച്മെന്റ് ഒക്കെ ചെയ്തു തരും. അവിടെ പോയിട്ട് നിങ്ങൾ ഹിന്ദുക്കളായിട്ടൊന്ന് വർത്താനം. നിങ്ങൾ ഹരിയാനയിൽ പോയി, നിങ്ങൾ വേറെ സ്ഥലത്ത് പോയി എന്നൊക്കെ പറഞ്ഞല്ലോ. ഈ ബംഗ്ലാദേശിലെ ഹിന്ദുക്കളെന്ന് പോയി കാണും. അവരുടെ അടുത്ത് എന്താ നടക്കുന്നതെന്ന് കണ്ടുപിടിച്ചിട്ടൊന്ന് വരാമോ? നിങ്ങൾ TV-ക്കാരെ വേണേൽ 2 പേരെ കൂടെ വിടാം, ഞാൻ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ ഈ പറഞ്ഞ് നിങ്ങൾ പോവില്ല അവിടെ. നിങ്ങൾക്ക് അവിടെ പോയി സത്യാവസ്ഥ മനസ്സിലാവുന്നു. അതാണ് നിങ്ങൾക്ക് പേടി. അവിടെ നടക്കുന്ന ഹത്യ ഒരു ശരിക്കും ജനസൈഡാണ് അവിടെ നടക്കുന്നത്. കൂട്ടക്കൊലയാണ് നടക്കുന്നത്. നമ്മൾ ഈ ഹിന്ദുക്കൾ ഈ പറഞ്ഞാൽ ഗുജറാത്ത് റൈറ്റ്സ് പറഞ്ഞപ്പോ അനിലെ 1400 1200 പേര് കൊല്ലപ്പെട്ട 250 പേര് ഹിന്ദുക്കളായിരുന്നു. എങ്ങനെയാണ് ഹിന്ദുക്കൾ കൊല്ലപ്പെട്ടത്? എനിക്കിത് പറഞ്ഞു തരുന്നവര് എന്താ അവർ സൂയിസൈഡ് ചെയ്യുകയും ചെയ്തു? ഹിന്ദുക്കള് അവരെയും കൊന്നു. ഇത് റയറ്റ്സ് ആയിരുന്നു, അല്ലാണ്ട് ഒരു 1 സൈഡഡ് ആയിട്ടുള്ള അറ്റാക്ക് ആയിരുന്നില്ല. ഒരു എനിവേ നമുക്ക് അതിൽ പോകേണ്ട ആവശ്യമില്ല. പക്ഷെ ബംഗ്ലാദേശിന്റെ കാര്യം പറഞ്ഞു പറയുമ്പോൾ നമ്മളെ ബംഗ്ലാദേശ് ത്രെറ്റൻ ചെയ്തതാണ്. നിങ്ങളുടെ ചൈനയുടെ അടുത്ത് പോയിട്ട് എന്താ പറഞ്ഞത്? ഈ യൂണിസ് നോബൽ പ്രൈസ് വിന്നർ എന്താ പറഞ്ഞത്? ഇന്ത്യ ഈസ് എ ലാൻഡ് ലോക്ക് കൺട്രി. നമ്മൾ ലാൻഡ് ലോക്ക് ചെയ്യാൻ പറ്റും ഇവരെ വേണമെങ്കിൽ. ഇന്ത്യയുടെ കുറെ സ്റ്റേറ്റ്സിന് നോർത്ത് ഈസ്റ്റിൽ നമ്മൾ ലാൻഡ് ലോക്ക് ചെയ്യാൻ പറ്റും. ഒരു ഭീഷണിയായിരുന്നു അനിൽ നമ്പ്യാർ. അത് ശരിക്കും ഒരു ഭീഷണിയായിരുന്നു. അതിന് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കാൻ നമ്മൾ നല്ല ലെസൺ ഉണ്ട്. 71 നമ്മൾ കാണിച്ചു കൊടുത്താണ്. US അവരെ 7th ഫ്ലീറ്റ് വിട്ടിരുന്നു. അവരുടെ 7th ഫ്ലീറ്റ് എയർക്രാഫ്റ്റ് കാരിയർ എല്ലാം കൂടിയിട്ട് നമ്മളും പതുക്കെ ചെയ്തു തുടങ്ങണം. ബിക്കോസ് ഇവർക്ക് ഇന്ധനം, ഇവർക്ക് ഫ്യൂവൽ കിട്ടാൻ വേണ്ടിയിട്ടും ബാക്കിയുള്ള സാധനങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് ഒറ്റ വഴിയേ ഉള്ളൂ. ഇവരുടെ പോർട്ടിലേക്ക് ഡാക്കിയായാലും ചിറ്റഗോങ്ങിലേക്ക് വരാൻ വേണ്ടി ഷിപ്പിലെ വരാൻ പറ്റും. ആ ഷിപ്പിൽ നമുക്ക് ബേ ഓഫ് ബംഗാൾ വെച്ച് തടയാം. ഇവരെ കാണാം, ഇവരെന്ത് ചെയ്യുന്നു അപ്പൊ കാണാൻ നമുക്ക് ചെയ്യില്ല. അവർക്ക് നമുക്കൊരു ഈ പറഞ്ഞ മനുഷ്യത്തൊക്കെ ഉണ്ട്. നമ്മൾ പോട്ടെ പാവങ്ങള് ഈ പാകിസ്ഥാൻ ആണെങ്കിൽ ഇപ്പൊ ആട്ടയ്ക്ക് വേണ്ടി തല്ലുപിടിക്കുകയാണ്. ഇവരും നാളെ ഇങ്ങനത്തെ കണ്ടീഷനിൽ വരരുത്. ഇവർക്ക് 500 മില്യൺ ടണ്ണ് അരിയാണ് നമ്മൾ കൊടുത്തത്. എന്തിനു കൊടുത്തു? കൊടുക്കരുതായിരുന്നു ശരിക്കും ഞാൻ പറയണേ. പക്ഷെ നമുക്ക് മനുഷ്യത്വം നമ്മൾ മയന്മാറിലെ എർത്ത് വന്നപ്പോൾ അങ്ങോട്ട് വായിച്ചു. അല്ല സുരേഷ്, നമ്മൾ ചർച്ചയുടെ അവസാന ഘട്ടത്തിലാണ്. ഇപ്പോൾ നോക്കൂ, ഭാരതം ഒന്ന് തുനിഞ്ഞിറങ്ങിയാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. താങ്കൾ നേരത്തെ പറഞ്ഞു സാമ്പത്തിക ഉപരോധം ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കാം. വിദേശകാര്യ സെക്രട്ടറി ധാക്കയിൽ എത്തി ബംഗ്ലാദേശ് ഭരണകൂടവുമായി ചർച്ച നടത്തിയിരുന്നു. അതുപോലെ നരേന്ദ്രമോദി മുഹമ്മദ് യൂനിസിനോട് ഹിന്ദുക്കൾ അനുഭവിക്കുന്ന പീഡനങ്ങൾക്ക് അറുതി വരുത്താൻ ആവശ്യപ്പെട്ടിരുന്നു. എന്നിട്ടും അതിക്രമങ്ങൾ തുടരുകയാണ്. എന്തുകൊണ്ട് ഇവർ ഭാരതത്തെ അനുസരിക്കുന്നില്ല?
മാത്രമല്ല സ്വാഭാവികമായ ആളുകൾ ചോദിക്കുന്നതാണ്, ഭാരതം എന്തുകൊണ്ട് കർക്കശമായ നടപടികളിലേക്ക് കടക്കുന്നില്ല, ഇനിയും അമാന്തിക്കേണ്ടതുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അനിലെ, ഇത് തന്നെ പൊളിഞ്ഞു വീഴാൻ പോകുന്ന ഗവൺമെന്റാണ്. നമ്മളായിട്ട് പോയി പൊളിക്കേണ്ട ആവശ്യമില്ല. അതാ ഞാൻ പറഞ്ഞത്, 10-15 ദിവസം മാക്സിമം ഒരു മാസത്തിനുള്ള ആർമി ടേക്ക് ഓവർ ചെയ്യും, ആ ഒരു സ്റ്റേറ്റിലേക്ക് എത്തിക്കാണ്. ഉണ്ടായിരുന്നല്ലോ, ഉണ്ടായിരുന്നു. ആർമി ചീഫിന് വാർണിംഗ് കൊടുത്തിരുന്നു സ്ട്രെയിറ്റ് ആയിട്ട്, നിങ്ങൾ ബിഹേവ് ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ വന്ന് ടേക്ക് ഓവർ ചെയ്യുന്നു. അവിടെ 5 മിനിറ്റ് പരിപാടിയാണ് ഇവർ മുമ്പ് ചെയ്തിട്ടുള്ള ആർമിക്കാർ ബംഗ്ലാദേശില്, പാകിസ്ഥാൻമാരാണ് അവിടെ ആർമിയാണ് ഭരിക്കുകയാണ്. പക്ഷെ ഇതാണ് അനിൽ നമുക്ക് പറയാനുള്ളത്, നമ്മൾ ചെയ്ത അതേ ഇപ്പൊ പറയുന്ന ഈ മുസ്ലിം ലീഗിന്റെ ആൾക്കാരൊക്കെ ബന്ധപ്പെടുന്നവര് മോദി ഡിക്റ്റേറ്റർ ആണ്, മോദി പോയി ആക്രമിച്ചു, എത്ര പീസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരായിരുന്നു കാണും, അവരെ നമ്മൾ എന്തിനാ വേറൊരു രാജ്യത്തിന് പോയി ആക്രമിക്കും, നമ്മൾ ചെയ്യാറില്ല. പക്ഷെ നമ്മൾ ചെയ്യും, നമുക്ക് ചെയ്യാനുള്ള വഴികൾ നമുക്ക് അറിയാം. ഇൻഡയറക്റ്റ് ആയിട്ട് കുറെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മുടെ ഈ പറഞ്ഞ മാതിരി നമ്മൾ ബ്ലോക്ക് ചെയ്തില്ല, ഇപ്പൊ അവർക്ക് ഒറ്റ ഇമ്പോർട്ട് കിട്ടുന്നില്ല, അവർക്ക് ഇന്ത്യയുടെ സൈഡിൽ നിന്ന് എവിടുന്ന് കപ്പലിന് മാത്രമേ അവർക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അത് വല്ലാത്ത റേറ്റ് കൂടും അവരുടെ ഹോസിയറി ഇൻഡസ്ട്രി കംപ്ലീറ്റ് ആയിട്ട് കൊളാപ്സ് ആനിയിലെ തിരുപ്പൂറും ലുധിയാനയും കൊണ്ട് എല്ലാ ഓർഡറുകളും കൊണ്ട്. ഇതാണ് നമുക്ക് ചെയ്യേണ്ടത്. പതുക്കനായിട്ട് ഈ തവള വെച്ച് ചൂടുവെള്ളത്തിലിട്ടുന്ന മാതിരിയാണ്. ആദ്യം തണുത്ത വെള്ളത്തിലിട്ടിട്ട് പിന്നെ പതുക്കനെ ചൂടാവുമ്പോ തവളയ്ക്ക് അതിൽ നിന്ന് തവളയ്ക്ക് എന്താ ചെയ്യേണ്ടതെന്ന് മനസ്സിലാവില്ല, അവസാനം തവള ചത്തു. ആ കണ്ടീഷനിലാണ് നമ്മൾ ചെയ്യേണ്ടത്. ബംഗ്ലാദേശിൽ സ്ലോലി അവർ പറഞ്ഞ് മനസ്സിലാക്കി കേട്ടില്ലെങ്കിൽ തന്നെ നമ്മൾ ചെയ്യേണ്ട വരും. യെസ്, ഷാക്കിർ, മതേതരത്വം ആ ഒരു വേർഡിനോട് എന്തെങ്കിലും ആത്മാർത്ഥത ഉണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റവും ചുരുങ്ങിയ പക്ഷം സേവ് ദ ലൈഫ്സ് ഓഫ് ഹിന്ദുസ് ഇൻ ബംഗ്ലാദേശ് അങ്ങനെ ഒരു ഹാഷ്ടാഗ് ക്യാമ്പയിനെങ്കിലും തുടങ്ങേണ്ടതല്ലേ? ഷാക്കിർ പറഞ്ഞു, ഷാക്കിർ നേരത്തെ മനുഷ്യത്വത്തിന്റെ ഭാഷയിലൊക്കെയാണ് സംസാരിച്ചത്, പക്ഷെ എന്തുകൊണ്ട് അത് ഉണ്ടാവുന്നില്ല? ആയിക്കോട്ടെ, നേരത്തെ അല്ല, നമ്മൾ സ്ഥിരമായിട്ട് ജീവിക്കണ തന്നെ ആ മനുഷ്യത്വത്തിന്റെ ശൈലിയാണ്. ഒറ്റ കാര്യം, 8:46 നമ്മൾ ടെക്നിക്കൽ എറർ കാരണം കൂടുതൽ മനസ്സിലാക്കി പങ്കെടുക്കാൻ പറ്റില്ല. ഒരു 2 മിനിറ്റ് നിങ്ങൾ ഇടപെടാതിരിക്കണേ. ഇപ്പൊ നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി 21-22 അടുത്ത 2 ദിവസം സൗദി അറേബ്യയിലേക്ക് പോകുന്നുണ്ട്. നമ്മൾ ഒരു നല്ല ഉഭയകക്ഷി ബന്ധം ഊട്ടിയുറപ്പിക്കാനൊക്കെ ആയിട്ട് പോവാണ്. ഇസ്ലാമിക ശരീഅത്ത് അനുസരിച്ച് ലോകത്ത് പ്രവർത്തിക്കുന്ന 1ാമത്തെ രാജ്യമാണ് സൗദി അറേബ്യ. അതായത് ഇസ്ലാം മത വിശ്വാസികൾ 100% രാജ്യം. അവിടെ അനിൽ നമ്പ്യാരുടെ ബന്ധുക്കളുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും നിങ്ങളെ അടുത്ത സുഹൃത്തുക്കൾ ആരെങ്കിലുമൊക്കെ ജോലി ചെയ്യുന്നുണ്ടാവും. ഞാൻ 12 വർഷം സൗദിയിൽ ജോലി ചെയ്ത ആളാണ്. ആ രാജ്യവുമായി നമുക്കുള്ള ബന്ധം, ആ രാജ്യത്ത് 1 ലക്ഷത്തിലധികം ഹൈന്ദവ മതവിശ്വാസികൾ സന്തോഷത്തോടെ ജോലി ചെയ്ത് ജീവിക്കുന്നുണ്ട് 40 കൊല്ലത്തോളമായി. ഇനി തൊട്ടപ്പുറത്ത് ഇപ്പൊ നമ്മുടെ അബുദാബിയിൽ 25 ഏക്കർ ഭൂമിയാണ് ക്ഷേത്രം നിർമ്മിക്കാൻ വേണ്ടി ഒരു ഇസ്ലാമിക രാജ്യം കൊടുത്തിട്ടുണ്ട്. ഇസ്ലാമിക രാജ്യം കേട്ടോ. നരേന്ദ്രമോദി ചെല്ലുന്നു, അവിടെ ജോലിക്ക് പോയിട്ടുള്ള ഹൈന്ദവ മതവിശ്വാസികൾക്ക് നോക്ക് നിങ്ങൾ ഇടപെടില്ല പ്ലീസ്. നമ്മൾ മതേതരമാണ് എന്ന് നമ്മൾ വെറുതെ പറയല്ല. യഥാർത്ഥ ഇസ്ലാം മതത്തെ നിങ്ങൾ നിരീക്ഷിക്കേണ്ടത് അവിടെയാണ്. മറ്റ് മതവിശ്വാസികളോട് എങ്ങനെയാണ് കഴിയേണ്ടതെന്ന് ജീവിച്ച് കാണിക്കുകയാണ്. ഇനി നരേന്ദ്രമോദി അവിടെ പോയി നടത്തുന്ന പ്രസ്താവനകൾ, മുഹമ്മദ് ബിൻ സൽമാനെ കാണുമ്പോഴുള്ള സംഗതി, ഞാൻ പറഞ്ഞത് ഇതാണ് ഇസ്ലാമിക രാജ്യങ്ങൾ. പിന്നെ ബംഗ്ലാദേശിലോ മറ്റ് സ്ഥലത്തോ ഉണ്ടാകുന്ന കലാപങ്ങളോ അല്ലെങ്കിൽ സംഘർഷങ്ങളോ ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, നമ്മളെ അഭിപ്രായമാണ് നമുക്ക് പറയാൻ പറ്റുള്ളൂ. നമ്മൾ ചെയ്യുന്നതേ നമുക്ക് കാണിച്ചു തരാൻ കഴിയുള്ളൂ. അതുകൊണ്ട് വേറെ ആരെങ്കിലും ചെയ്യുന്ന കുഴപ്പങ്ങൾ, കുറ്റങ്ങൾ, അതിന്റെ ഉത്തരവാദി നമുക്ക് എന്തേ ചെയ്യാൻ പറ്റുള്ളൂ? അഭിപ്രായം പറയാനേ പറ്റുള്ളൂ. ആ അഭിപ്രായം പറയുന്നത് നമ്മൾ തുടക്കത്തിൽ ഞാൻ പറഞ്ഞു, ഒരു മനുഷ്യരെയും കൊല്ലാൻ പാടില്ല, അതിന്റെ അവകാശം നമുക്കില്ല. ധാർമ്മികമായി തെറ്റാണ്, മതപരമായി തെറ്റാണ്, നിയമപരമായി തെറ്റാണ്. അത് ഉറക്കെ പറഞ്ഞാൽ അതിന് വിരുദ്ധമായി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ യുവരാജ് ഗോകുലിനും സുമേഷിനും നിങ്ങൾക്ക് പറയാൻ പറ്റും. ഞാൻ എന്റെ പ്രിയപ്പെട്ട കുറ്റപ്പെടുത്താനാണ് താങ്കൾ സമയം ഉപയോഗിച്ചത്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഈ ശ്രീ അനിൽ നമ്പ്യാർ ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകനാണ്. നിങ്ങൾ ഇരിക്കുന്നത് ജനൻ ടി വിയുടെ പ്രധാനപ്പെട്ട ചുമതലയിലാണെങ്കിൽ കൂടി എന്നോട് പലപ്പോഴും പലരും പറയും, ഷാക്കിർ വെറുതെ എന്തിനാ ജനൻ ടി വി പോണെന്ന്. അവരൊരിക്കലും പറഞ്ഞാൽ അവർക്ക് മനസ്സിലായില്ല, സംസാരിക്കാൻ സമയം പോലും. ഞാൻ പറഞ്ഞു, അല്ല, ജനൻ ടി വിയുടെ പ്രേക്ഷകരിൽ ഭൂരിഭാഗവും പിന്നെ RSS BJPയുടെ ആളുകളാണ്. കേൾക്ക് RSS BJPയുടെ ആളുകളാണ്. സ്വാഭാവികമായി ഇതിന്റെ ഒരു സെക്കൻഡ്. അപ്പൊ സ്വാഭാവികമായും ഒരു വരി മുഴുവനാക്കട്ടെ പ്ലീസ്. ഞാൻ ഒരു വരി മുഴുവനാക്കട്ടെ. ഈ യുവരാജ് ഗോകുലും BJPയുടെ സുഹൃത്തുക്കളും അനിൽ നമ്പ്യാർക്കൊക്കെ നമ്മളിത് പറഞ്ഞു കൊടുത്താൽ അവരിത് കേൾക്കാത്തോണ്ട്. നേരത്തെ കാഫിറിനെ പറ്റി പറഞ്ഞു, വഖഫിനെ പറ്റി. ഈ അറബി പദങ്ങളുടെ അർത്ഥം മനസ്സിലാക്കിയതിന് നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ മിക്കവാറും നിങ്ങൾ അതൊക്കെ ഇട്ടെറിഞ്ഞ് ഇതിലേക്ക് വരും എന്നുള്ള ബേജാറ് കൂടി ഇരിക്കണം. വരണമെന്നല്ല, നമ്മളെല്ലാവരും ഏകോദര സഹോദരങ്ങളെപ്പോൾ ഈ രാജ്യത്ത് ജീവിക്കണം. അത് വേണ്ടേ? അത് നിങ്ങൾ ഇസ്ലാമിന്റെ പേരിൽ ഭീകരവാദം കെട്ടിവെക്കുക. RSS 100 കണക്കിന് ആളുകളെ കൊന്നാൽ അത് പറയാൻ പാടില്ല.
അപ്പൊ അത് ശരിയല്ലല്ലോ, രണ്ടും ഒരേപോലെ കാണണ്ടേ? അപ്പൊ സത്യസന്ധമായി വിലയിരുത്തണ്ടേ? ഞാൻ വീണ്ടും പറയാണ്, ശ്രീ അനിൽ നമ്പ്യാരെ പോലെയുള്ള മുതിർന്ന മാധ്യമപ്രവർത്തകർ, നിങ്ങൾക്ക് നിങ്ങളുടെ ആശയം പ്രചരിപ്പിക്കാം, ആദർശം പറയാം, ഒക്കെ ചെയ്യാം. പക്ഷെ ദയവ് ചെയ്തിട്ട് വിഷം കലക്കുന്ന പരിപാടി എടുക്കരുത്. അത് നമ്മുടെ സമൂഹത്തിന് അപകടകരമാണ്. ഇപ്പൊ ഇന്ത്യയിൽ പെട്രോളിന് വില കൂടിയാൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടാകുന്നത് 80% വരുന്ന ഹൈന്ദവ വിശ്വാസികളാണ്. ജോലിയില്ലാഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രയാസപ്പെടുന്ന ഹൈന്ദവ വിശ്വാസികളാണ്. നിങ്ങൾ എന്താ പ്രതികരിക്കാത്തത്? ആ രീതിയിൽ നരേന്ദ്രമോദി സർക്കാർ രാജ്യത്തെ ഹിന്ദുക്കളെ ഉപദ്രവിക്കല്ലേ? നമുക്ക് ചർച്ച ചെയ്യണ്ടേ? നിങ്ങൾ എന്താ ചർച്ച ചെയ്യാത്തത്? യുവരാജ് ഗോകുലിന് പരാതിയില്ലേ? യുവരാജ് ഗോകുലിന്റെ വീട്ടിലെ ഗ്യാസിന് എത്ര പൈസ കൂടി? എന്താ നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കാത്തത്? ശ്രീ സുമേഷ് ഏട്ടൻ ഞങ്ങളെ വളരെ എന്തൊരു സുരേഷ് ജി, നിങ്ങളോട് ഞാൻ വളരെ വിനീത, എൻ്റെ ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെ കണ്ടിട്ട് ചോദിക്കുകയാണ്. ഈ BJP ഗവൺമെന്റ് 13 വർഷത്തോളമായി 12 വർഷത്തോളം ഇങ്ങനെ ആളുകളെ ഉപദ്രവിച്ചിട്ട് നിങ്ങൾക്ക് എന്താ, നിങ്ങൾ ഇപ്പോഴും ബംഗ്ലാദേശ് ചർച്ച ചെയ്യാൻ നിൽക്കുന്നത്? അവിടെ ആളുകളെ കൊന്നത് മോശമാണ്, ചെയ്യാൻ പാടില്ലാത്തതാണ്. നമ്മളൊക്കെ ഒരേ അഭിപ്രായക്കാരാ. ഞങ്ങൾ വേണേൽ ഹാഷ്ടാഗ് ഇട്ട് പരിപാടി നടത്തിക്കോളാം. നിങ്ങളോട് പറയാനുള്ളത്, ഈ ഇപ്പൊ 5 ആളുകളെ കുറച്ച് ദിവസം മുമ്പ് UP വെറുതെ പോലീസ് വെടിവെച്ച് കൊന്നു. എന്താ യോഗി ആദിത്യനാഥ് നിരപരാധികളെ അതായത് വല്ല കുറ്റം ചെയ്തിട്ടുണ്ടോ? ഒന്നും ചെയ്തില്ല. നോക്ക്, അല്ല നിങ്ങൾ നോക്ക്, നിങ്ങൾ റബ്ബർ ബുള്ളറ്റ് ആണെന്ന് അല്ല അല്ല നിങ്ങൾക്ക് പ്രൊസീജിയർ ആദ്യം പോലീസിന്റെ റബ്ബർ ബുള്ളറ്റ് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവില്ലേ ഒരു പോലീസ് എങ്ങനെ ഡീൽ ചെയ്യുക? എന്താണ് റബ്ബർ ബുള്ളറ്റ് അറിയോ? എന്താ റബ്ബർ ബുള്ളറ്റ് അറിയോ? അതിനുശേഷം ഒരു മിനിറ്റ് നിങ്ങൾ പറഞ്ഞോളി. എനിക്ക് കുറച്ച് സമയം തന്നിട്ടുള്ളൂ. തൊട്ടടുത്ത ദിവസം പോയിരുന്നു. പറഞ്ഞോളി. അല്ല ഷാക്കിർ പറഞ്ഞോ അവസാനിപ്പിക്കും പെട്ടെന്ന്. ഓക്കെ, അതായത് ഞാൻ പറയാം. ഇപ്പൊ ഈ സമ്പലിലെ ഷാഹി മസ്ജിദിൽ ഞാൻ അഡ്വക്കേറ്റ് ഫൈസൽ ബാബു, ഷിബു മീരാൻ ഉൾപ്പെടെയുള്ള ആളുകൾ തൊട്ടടുത്ത ദിവസം പോയിരുന്നു. യൂത്ത് ലീഗിന്റെ ദേശീയ ഭാരവാഹികൾ എന്നുള്ളത് ഞങ്ങൾ ആ പള്ളിയിൽ കയറി നമസ്കരിച്ചു, ഉത്തരവാദപ്പെട്ട ആളുകളുമായി കൂടിയാലോചന നടത്തി. അതിനുശേഷം ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കോടതിയിൽ കേസെത്തിയപ്പോൾ പോലീസ് പറഞ്ഞിട്ടുള്ള വാദം എന്താണെന്നറിയോ? റബ്ബർ ബുള്ളറ്റ് ഉപയോഗിച്ചിട്ടാണ് വെടിവെച്ചത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും മറ്റു സംഗതികൾ പുറത്തു വന്നു. നേർക്ക് നേരെ ഷൂട്ട് ചെയ്തതാണ്. അവരെന്ത് തെറ്റാ ചെയ്തത്? ഏതെങ്കിലും ഹിന്ദുക്കളെ ഉപദ്രവിച്ചോ, ആരെങ്കിലും കല്ലെറിഞ്ഞോ, പോലീസിനെ ബുദ്ധിമുട്ടാക്കിയോ, സമൂഹത്തിൽ കുഴപ്പമുണ്ടാക്കിയോ? ഇല്ല. ആ പള്ളിയിൽ അനാവശ്യമായ സർവേ നടത്തി പിടിച്ചെടുക്കാൻ നോക്കിയപ്പോൾ സ്വാഭാവികമായും വിശ്വാസികൾ പ്രതിരോധിക്കൂലേ? എന്നിട്ട് നിങ്ങൾക്ക് യോഗി ആദിത്യനാഥ് ഭീകരനാണ് നിങ്ങൾക്ക് അഭിപ്രായമില്ല, അവിടുത്തെ ചർച്ചയെ വേണ്ട. എന്നാൽ 2 ആൾ ബംഗാളിൽ കൊല്ലപ്പെട്ടാൽ അത് കൊല്ലപ്പെടാൻ പാടില്ല. ആവർത്തിച്ച് പറയാണ്, നിങ്ങൾക്ക് വലിയ ചർച്ച. ഞാൻ സത്യസന്ധമായി പറയട്ടെ, ഈ ചാനൽ ഇപ്പൊ കേൾക്കുന്ന അല്ലെങ്കിൽ ഇനി യൂട്യൂബിലൊക്കെ കാണാൻ സാധ്യതയുള്ള RSSന്റെയും BJPയുടെ സുഹൃത്തുക്കളോട് റിക്വസ്റ്റ് ഉണ്ട്, ദയവായി ഇവർ പറയുന്ന മുഴുവൻ വിശ്വസിക്കരുത്. നിങ്ങൾ പിന്നെ ഹിന്ദുമത വിശ്വാസികളാണെങ്കിൽ, സനാതന ധർമ്മങ്ങളിലൊക്കെ മുറുകെ പിടിക്കുന്ന ആളുകളാണെങ്കിൽ അത് ഒരിക്കലും ഒരു മനുഷ്യനെ ഉപദ്രവിക്കാൻ പറഞ്ഞില്ലല്ലോ. ഹിന്ദുമതം അങ്ങനെയുള്ള മതമല്ലല്ലോ, നല്ല മതമല്ലേ? ഹിന്ദുമതമാവട്ടെ, ഇസ്ലാം ക്രിസ്തു മതമാവട്ടെ. അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് ഈ ജാതി ടൈറ്റിൽ കൊടുത്തിട്ട് ആളുകൾക്കിടയിൽ കുഴപ്പമുണ്ടാക്കാൻ നിൽക്കരുത്. ശ്രീ അനിൽ നമ്പ്യാരെ, നിങ്ങൾ മുതിർന്ന മാധ്യമപ്രവർത്തകനാണ്. BJPയുടെ ആശയങ്ങൾ, ആദർശങ്ങൾ, കേന്ദ്ര സർക്കാരിന്റെ നല്ല കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞോളി, കുഴപ്പമില്ല. പക്ഷെ മനുഷ്യരെ തമ്മിൽ തെറ്റിക്കുന്ന ഏർപ്പാട്. ശ്രീ യുവരാജ് ഗോകുലിന്റെ തർക്കം 1000 പേരാണ് കൊല്ലപ്പെട്ടത്, 2000 പേരാണ് എന്നുള്ളത്. 1000 പേരാണ് ഇവർക്ക് കുഴപ്പമില്ല, 2000 ഉണ്ടെങ്കിലേ കുഴപ്പമില്ല. വഴിവെച്ചത് നിങ്ങളല്ലേ? അല്ല, ഞാൻ 3 പേർക്കും നിങ്ങൾ എനിക്ക് യുവരാജ് ഗോകുലിന്റെ നമ്പർ കൂടെ അയച്ചെന്നാ മതി. യുവരാജ് ഗോകുലിന്റെ നമ്പർ കൂടെ അയച്ചെന്നാ മതി. എന്റെ അടുത്തുള്ള ഡാറ്റ കൊടുത്തോളാം. അന്യ നമ്പർക്കും തരാം, ഞാൻ നിങ്ങൾക്ക് തരാം. നമ്മുടെ അടുത്തുള്ള ഡാറ്റ നമ്മൾ പോയി ഓരോ ബോഡി എണ്ണി നോക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് വളരെ വിനീതമായി പറയാനുള്ളത്, നമ്മൾ സത്യസന്ധമായ എല്ലാ വിഷയങ്ങളും ഒരുപോലെ, നമ്മളെല്ലാവരും ഭാരതീയരാണല്ലോ, നമ്മൾ രാജ്യസ്നേഹികൾ കൂടിയല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരെയും ഒരുപോലെ കാണുക. അവിടെ ഒരു മതത്തിനെ തീവ്രവാദം ഒട്ടിക്കുക, ഒരു ചാപ്പിലൊട്ടിക്കുക, മറ്റു മതം എത്ര പേരെ കൊന്നാലും, അഖിലാഖിനെ കൊന്നു, ജുനൈദിനെ കൊന്നു, ആര്യൻ മിശ്രയെ കൊന്നു, ഗൗരി ലങ്കേഷിനെ കൊന്നു, പിന്നെ പൻസാരയെ കൊന്നു, ഹേമന്ത് പ്രശ്നമില്ല. ഗൗരി ലങ്കേഷ് ആരെ ശിക്ഷിച്ച അവസാനം? അവരുടെ ഫാമിലിയിൽ നടന്ന തർക്കമായിരുന്നു. ഫാമിലി സമ്മതിച്ചു, ഞങ്ങൾ തർക്കമായിരുന്നു. നിങ്ങൾ കേസുകൾ അട്ടിമറിക്കാൻ മിടുക്കരാണല്ലോ. കൊല്ലം മുമ്പുള്ള ഒരു കേസിൽ ഇപ്പൊ ജീവിതകാലം മുഴുവൻ ജയിലിൽ കിട്ടില്ലേ? നിങ്ങൾ ആള് നിരപരാധികൾ ജയിലിടല്ലേ? അയ്യോ, അവിടെ കോടതികൾക്ക് വേറെ പണിയൊന്നുമില്ല, വെറുതെ ഇരിക്കുകയാണല്ലോ. അല്ല, യുവരാജിന്റെ ടേൺ ആണ്. പ്ലീസ് ഷാക്കിർ അദ്ദേഹം പറയട്ടെ പ്ലീസ്. അല്ല, കുറച്ചു നേരമായിട്ട്
അതെ അതെ അല്ല ഞാൻ കംപ്ലീറ്റ് ചെയ്യാല്ലേ, എനിക്ക് സമയമില്ല പറഞ്ഞോ സമയമില്ലാന്ന്. ഇനി ആകെ 5 മിനിറ്റേ ഉള്ളൂ ഷാക്കിറെ, ബാക്കിയുള്ളവർക്ക് കൂടി പറയണ്ടേ, അങ്ങ് പറഞ്ഞ കാര്യങ്ങൾക്ക് മറുപടി പറയണ്ടേ. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാല് എല്ലാ ഈ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരെല്ലാവരോടും പറയാനുള്ളത്, ഷാക്കിർ പറയുന്നത് കൂടുതലായിട്ട് കേൾക്കുക, നിങ്ങൾക്ക് കാര്യങ്ങളെ കുറിച്ചിട്ട് വലിയ ധാരണ കിട്ടുന്നുള്ള അദ്ദേഹം പറഞ്ഞത് തന്നെയാണ്, നിങ്ങൾക്ക് ചിരിക്കണമല്ലോ. ഒന്ന്, അദ്ദേഹം പറഞ്ഞു എന്താണ്, നമ്മളെല്ലാ മനുഷ്യരെയും ഒന്നായിട്ട് ഒരുപോലെ കാണണം, എല്ലാ മനുഷ്യർക്ക് വേണ്ടിയിട്ട് നിൽക്കണം എന്ന് പറഞ്ഞ ഒരു പൊളിറ്റിക്കൽ പാർട്ടി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് സുപ്രീം കോടതിയിൽ കൊടുത്ത ഒരു സംഗതിയാണ് ദ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്, എ പൊളിറ്റിക്കൽ എൻറ്റിറ്റി ഡെഡിക്കേറ്റഡ് ടു സേഫ് ഗാർഡിംഗ് മുസ്ലിം റൈറ്റ്സ്. ഈ പാർട്ടിയുടെ പ്രതിനിധി ഇവിടെ വന്നിരുന്നിട്ട് നമ്മളോട് പറയുകയാണ് എല്ലാ മനുഷ്യരെയും ഒരുപോലെ കാണണം, എല്ലാവരോടും നമ്മൾ സ്നേഹത്തോടു കൂടി കാണണം, എല്ലാവരെയും കെട്ടിപ്പിടിച്ച് സ്നേഹിക്കണം. നമ്മളെ പഠിപ്പിക്കുന്നത് എന്തായാലും പോട്ടെ, എന്താണ് നിങ്ങൾ സുപ്രീം കോടതിയിൽ കൊടുത്ത കാര്യമാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ ഇത്രയും കാലം പറഞ്ഞിരുന്നത് മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതോ മതേതര പാർട്ടിയാണ്, പ്രത്യേകിച്ച് മതത്തിന്റെ യാതൊരു ഐഡന്റിറ്റി ഇല്ല എന്നുള്ളതാണ്. അവിടെ നിൽക്കും, അങ്ങ് പറഞ്ഞത് മുഴുവൻ ഞാൻ മിണ്ടാതെ കേൾക്കായിരുന്നല്ലോ. അങ്ങ് പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ ഞാൻ മിണ്ടാതെ ഇരുന്ന് കേട്ട ആളാണ്. അങ്ങ് അടങ്ങിയിരിക്കും, ഞാൻ ബാക്കി പറയട്ടെ. ഇനി സംഭാലിന്റെ കാര്യത്തിലേക്ക് പോട്ടെ, അതല്ല സംഭാലിന്റെ കാര്യത്തിലേക്ക് അതല്ല അങ്ങനെ ഇതിന് തിരിച്ച് മറുപടി പിന്നീട് പറഞ്ഞോളൂ. ഞാൻ പറയട്ടെ, സംഭാലിന്റെ വിഷയത്തിലേക്ക് പോട്ടെ. എത്ര ഹിന്ദുമത സുഹൃത്തുക്കൾക്കാണ് സഹോദരങ്ങൾ വീടെടുത്ത് സമയമില്ല അങ്ങനെ ലീഗിൽ മുസ്ലിങ്ങൾക്ക് മാത്രമാണ്. അല്ലല്ല ഞാനിത് പറയട്ടെ. അല്ലല്ല സേവാഭാരതിക്കാർ എത്രയോ മുസ്ലിങ്ങൾക്ക് വീട് വെച്ചു കൊടുത്തിട്ടുണ്ട് ഷാക്കിറെ, അപ്പൊ നിങ്ങൾ അതും പോയി കണ്ടാൽ മതി, മനസ്സിലായോ? സേവാഭാരതിക്കാർ എത്രയോ മുസ്ലിങ്ങൾക്ക് വീട് വെച്ചു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഷാക്കിറെ അവിടെ അടങ്ങിയിരിക്കും, ഷാക്കിറെ അവിടെ അടങ്ങിയിരിക്കും, ഷാക്കിറെ അവിടെ അടങ്ങിയിരിക്കും, പറയട്ടെ, ഷാക്കിറെ അവിടെ അടങ്ങിയിരിക്കും, ഈ പള്ളിക്കകത്ത് നിന്ന് വെടിവെച്ചതിൽ നിന്ന് അല്ല, ഈ സംഭാലിലെ പള്ളിക്കകത്ത് നിന്ന് വെടിവെച്ച വിഷയത്തില് ആ കണക്ക് ഞാൻ ഷാക്കിറിന് അയച്ചു തരാം. ഷാക്കിർ എന്തായാലും നിങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ വരുന്ന കോമഡികളൊക്കെ എനിക്ക് അയച്ചു തരും എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഞാൻ ആ കണക്കുകൾ അങ്ങോട്ട് അയച്ചു തരാം. അവിടെ താങ്കളൊന്ന് അടങ്ങും, ഞാൻ ഇത് ബാക്കി പറയട്ടെ. ഉണ്ടാക്കിയിട്ടുള്ള കേഡ്രിഡ്ജസ് കിട്ടിയിട്ടുണ്ട് എന്നുള്ള കാര്യം താങ്കൾക്ക് അറിയാമോ? അല്ലല്ല ഇദ്ദേഹം വലിയ കഷ്ടമാണ്. സംഭാലിലെ അത് അങ്ങേക്ക് എന്താ ഈ വസ്തുതകൾ കേൾക്കുമ്പോ ഇത്രയും ഭയം? അങ്ങൊന്ന് സമാധാനപ്പെടും, വസ്തുതകളല്ലേ പറയുന്നത്, ഞാൻ പറയുന്നത് മാത്രമല്ലല്ലോ. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആർക്കും ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു കാര്യം മാത്രമാണിത്. സംഭാലില് പാകിസ്ഥാൻ അല്ലല്ല, തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റില്ല ഷാക്കിറെ, എനിക്ക് എങ്ങനെ തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റും? ആൾക്കാരുടെ വിരൽ തുമ്പിൽ ഇൻഫർമേഷൻ കിട്ടുമ്പോ ഞാൻ പറയുന്നത് തെറ്റാണെന്നുണ്ടെങ്കിൽ നാളെ എന്നെ ട്രോളും എന്നുള്ള ഭയം എനിക്കുണ്ട്. അങ്ങേക്ക് ആ ഭയം ഇല്ലാത്തത് കൊണ്ടാണ് അങ്ങ് പറയുന്ന വാട്സാപ്പ് തള്ളുകൾ മുഴുവൻ ഇവിടെ വന്നിരുന്ന് തള്ളിക്കൊണ്ടിരിക്കുന്നത്. അങ്ങേ മുഖത്തിൽ കിട്ടരുതേ. ഞാൻ പറയുന്നത് സംഭാലിൽ നിന്ന് പാകിസ്ഥാനിൽ പാകിസ്ഥാനിൽ നിർമ്മിച്ചിട്ടുള്ള കാട്രിഡ്ജസും ഗണ്ണും കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യമാണ് ഞാൻ ചോദിക്കുന്നത്. അങ്ങ് പറഞ്ഞു സംഭാലിൽ പാവപ്പെട്ട കുറച്ച് മനുഷ്യർ ജനാധിപത്യപരമായി പ്രതിഷേധം നടത്തിയപ്പോ അവരെ യോഗി ആദിത്യനാഥ് എന്ന ഭീകരൻ 5 പേരെ വെടിവെച്ചു കൊന്നു എന്ന് പറയുന്നു. പക്ഷേ അവിടെ നിന്ന് കിട്ടിയിരിക്കുന്ന റിപ്പോർട്ട് അനുസരിച്ചിട്ട് ഈ പറയുന്ന പള്ളികൾക്കകത്ത് നിന്ന് ഫയറിങ് പോവുകയും അവിടെ നിന്നിട്ട് ഈ പറയുന്ന പാകിസ്ഥാനില് നിർമ്മിച്ചിട്ടുള്ള കേഡ്രിഡ്ജസും ബാക്കി കാര്യങ്ങളും കിട്ടിയിട്ടുണ്ട് എന്നുള്ള കാര്യം ഒരു യാഥാർത്ഥ്യമാണ്. തള്ളിക്കളയാൻ ഒറ്റപ്പാടുമായിട്ട് അങ്ങോട്ട് പോയവരെല്ലാവരും അതിന്റെ പുറകെ പോയി പിടിച്ചു കഴിഞ്ഞാല് വലിയ പണിയാവുന്നറിയാം. പിന്നെ അനാവശ്യ സർവേയുമായിട്ട് പോയി. അല്ലല്ല, താങ്കളൊന്ന് അടങ്ങിയിരിക്കുന്നു, താങ്കൾ എന്തിനാ ഇങ്ങനെ ഭയക്കുന്നത്? അടങ്ങിയിരിക്കും, അനാവശ്യ സർവേയുമായിട്ട് പോയി. അനാവശ്യ സർവേയായിട്ട് പോയി ASIയുടെ കീഴിലിരിക്കുന്ന അനാവശ്യമായിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തരുതെന്ന് ASI പലതവണ പറയുകയും ASI ഉദ്യോഗസ്ഥർ അങ്ങോട്ടേക്ക് പോകുമ്പോൾ അവരെ ഭീഷണിപ്പെടുത്തി ഓടിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരുടെ അടുത്തേക്കാണ് ഈ പറയുന്ന കൃത്യമായ ഗവൺമെന്റ് സുരക്ഷയോടുകൂടി ASI ഉദ്യോഗസ്ഥർ അവിടെ പോയി സർവേ നടത്തുന്നത്. അപ്പൊ നിങ്ങൾ പറയുന്നു അത് അനാവശ്യ സർവേ ആണെന്ന്. പിന്നെ കഴിഞ്ഞ 12 വർഷമായിട്ട് പെട്രോളിന്റെ വില സാധാരണ ഓരോ 10 വർഷത്തിൽ ഇരട്ടിയിലേക്ക് പോകുന്നിടത്ത് കഴിഞ്ഞ 10 വർഷത്തിന്റെ ഇടയിൽ ഇരട്ടിയിലേക്ക് പോയിട്ട് പകുതി 50% പോലും വർദ്ധിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. രാജ്യത്തെ 80% കിട്ടിക്കൊണ്ടിരിക്കുന്ന ഗുണമാണ് ഷാക്കിറെ. അതുകൊണ്ടാണ് തീർച്ചയായിട്ടും ഞങ്ങൾ ക്ഷമിക്കുക. എന്തായാലും ബംഗ്ലാദേശിൽ ഇനി ഒരു ഹിന്ദു കൊല്ലപ്പെടരുത്, അത് ഉറപ്പുവരുത്തേണ്ടത് നമ്മുടെ കൂടി കടമയാണ്. ബംഗ്ലാദേശിനെ പൂർണ്ണമായും
ഒരു ഇസ്ലാമിക രാഷ്ട്രമാക്കാനാണ് ജമാഅത്തെ ഇസ്ലാമി കോപ്പുകൂട്ടുന്നത്. ഒപ്പം ഭാരതത്തിൽ അശാന്തിയും അരാജകത്വവും വിതയ്ക്കാനുള്ള കൊണ്ടുപിടിച്ച ശ്രമങ്ങളും ആരംഭിച്ചിട്ടുണ്ട്. ഇങ്ങ് തെക്കേ അറ്റത്ത് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ പോലും ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റക്കാർ അവരുടെ സാന്നിധ്യം ഉറപ്പാക്കുന്നു. കരുതിയിരിക്കുക, ജാഗ്രത. സേവ് ദ ലൈഫ്സ് ഓഫ് ബംഗ്ലാ ഹിന്ദുസ്. ജനഡിബേറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി, ഒപ്പം പ്രേക്ഷകർക്കും.